ഗുഡ് മോർണിംഗ്. ഈ പുലരിയിൽ എല്ലാവർക്കും ജീവിതത്തിൽ ഐശ്വര്യത്തിന്റെയും സമാധാനത്തിന്റെയും സന്തോഷത്തിന്റെയും നല്ലൊരു തുടക്കമാകട്ടെ ഇന്നത്തെ ദിവസമെന്ന് സർവേശ്വരനോട് പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിന്റെ കഠിനമായ പല പാതകളും അവസാനിക്കുന്നത് നമ്മൾ ഓരോരുത്തരെയും ഓരോ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കാൻ വേണ്ടി മാത്രമാണ്. ഒരു പരാജയം ജീവിതത്തിൽ അനുഭവിച്ചെങ്കിൽ മാത്രമേ ഒരു വിജയത്തിന്റെ സുഖം നമുക്ക് ഓരോരുത്തർക്കും ആസ്വദിക്കാൻ സാധിക്കുകയുള്ളൂ. ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ കടന്നുപോയിട്ടുള്ളവരാണ് ഇന്ന് സൂമിലിരിക്കുന്ന നമ്മൾ ഓരോരുത്തരും. പ്രിയ സുഹൃത്തുക്കളെ, ഒന്ന് ഞാൻ പറയാം, ഈ സമയവും കടന്നു പോവുക തന്നെ ചെയ്യും. കാലചക്രം അതിന്റെ ഗതിക്കനുസരിച്ച് തിരിഞ്ഞുകൊണ്ടേയിരിക്കും. നമ്മളുടെ ഓരോരുത്തരുടെയും വലിയൊരു ഭാഗ്യം ഈ ഒരു കാലത്തിനൊപ്പം സഞ്ചരിക്കാൻ സാധിക്കുന്നു എന്നുള്ളത് മാത്രമാണ്. കാരണം നമ്മൾ ഓരോരുത്തരും ബാല്യകാലത്തിൽ അനുഭവിച്ചറിഞ്ഞിട്ടുള്ള ജീവിത സാഹചര്യങ്ങളല്ല ഇന്ന് നാം എത്തി നിൽക്കുന്ന ഒരു മേഖല. നമ്മളുടെ ബാല്യത്തിൽ നമ്മൾ ഒരിക്കലും സങ്കല്പിക്കാൻ പോലും പറ്റാത്തൊരു കാര്യമാണ്. ഇത്രയും വർഷങ്ങൾക്ക് ശേഷമാണെന്നുണ്ടെങ്കിലും, ഏതൊരു കുട്ടിയുടെ ഒപ്പമാണെന്നുണ്ടെങ്കിലും, അല്ലെങ്കിൽ 100 വയസ്സ് കഴിഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയുടെ ഒപ്പമാണെന്നുണ്ടെങ്കിൽ പോലും, ലോകത്തിന്റെ ഏതൊരു കോണിലിരുന്നിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു നിമിഷം എല്ലാവർക്കും കൂടി കാണാനും സംസാരിക്കാനും ആശയങ്ങൾ കൈമാറാനുള്ള ഒരു അസുലഭ ഭാഗ്യം ഈ ഒരു നൂറ്റാണ്ടിൽ നമുക്ക് ജീവിക്കാനും അനുഭവിക്കാനും ഈ കാലത്തിന്റെ ഒപ്പം സഞ്ചരിക്കാൻ കഴിഞ്ഞതിലും ഏറ്റവും വലിയൊരു ഭാഗ്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ സൂമിൽ ഇരിക്കുന്ന ഓരോരുത്തരുടെയും ജ്ഞാനമൊന്നും എനിക്കില്ല. എനിക്ക് വളരെ ചെറിയൊരു അറിവ് മാത്രമേ ഉള്ളൂ. ഞാൻ ഈ ബയോട്ടേറിയം ബിസിനസ്സിലോട്ട് വന്നത് വളരെ കുറച്ചു നാളെ ആയിട്ടുള്ളൂ. അതിക്ക് മുമ്പ് ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എന്റെ പേര് തങ്കമണി. ഒത്തിരി നെറ്റ്വർക്ക് ബിസിനസ് ചെയ്തിട്ടുണ്ട്. ബിസിനസ്സിൽ തന്നെ ഗോൾഡൻ ബിൽ എന്ന് പറഞ്ഞാല് ആദ്യമൊക്കെ എല്ലാവരും അറിയപ്പെടുള്ളായിരുന്നു. ഞാൻ താമസിക്കുന്നത് എറണാകുളം ലുലു മാളിലും അമൃത ഹോസ്പിറ്റലിലും സെൻട്രൽ തന്നെയാണ്. എനിക്ക് ഈ ടീമിൽ തോന്നിയ വലിയൊരു സത്യമുണ്ട്. ഞാനത് ഈ നിമിഷം ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നു. മറ്റൊന്നല്ല, 3 വർഷത്തോളമായി ഈ ബയോട്ടോറിയം ബിസിനസ്സിൽ ഞാൻ ഒപ്പമുണ്ട്. പല ടീമിനെയും എനിക്ക് അറിയാവുന്നതാണ്, ഞാൻ അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ മറ്റു ടീമിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളൊരു ടീമാണ് നമ്മളുടെ ഈ ടീം. കാരണം ഇവിടെ ഞാൻ മനസ്സിലാക്കിയിടത്തോളം, ഞാൻ സംസാരിക്കുന്നവരും ഞാൻ നേരിൽ കാണുന്നവരും എന്നോട് ഇടപെടുന്നവരും എല്ലാവരും ഒരേ മനസ്സുള്ളവരാണ്. വിജയിക്കണം. നമ്മുടെ കൂടെയുള്ളവരെ ചേർത്ത് നിർത്തി നമ്മൾ ഒറ്റയ്ക്കാണ് ജീവിതത്തിൽ ഈ ഒരു ഫിനാൻഷ്യൽ ഫ്രീഡത്തിലോട്ട് എത്താനായിട്ട് നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് ഈ ഒരു വണ്ടിയിൽ യാത്ര ചെയ്യാം എന്ന മനോഭാവത്തോടു കൂടി രക്ഷപ്പെടുന്നുണ്ടെങ്കിൽ നമ്മൾ ഒന്നിച്ച് രക്ഷപ്പെടും എന്നുള്ളൊരു കൈപിടിച്ച് നമ്മളെ താങ്ങുന്നത് പോലത്തെ ഒരു ടീം സപ്പോർട്ടാണ് എനിക്ക് ഈ ടീമിലോട്ട് വന്നപ്പോ ഉണ്ടായിട്ടുള്ള ഒരു ഫീലിങ്. നമ്മളുടെ ടീമിന്റെ നയിക്കുന്നത് നമ്മളെ ഗ്രേറ്റ് ലീഡർ മനോജ് സാറും ഡാനി സാറ്, അഭിലാഷ് സാർ, സുധി സാറ്, ഗ്രേറ്റ് ലീഡർ ജോയ് പീറ്റർ സാർ എന്നിവരാണ് ഈ ടീമിനെ കോർഡിനേറ്റ് ചെയ്യുന്നത്. എങ്കിലും ഈ ടീമിന്റെ ഒരു സ്വരുമ പറയാതിരിക്കാൻ പറ്റില്ല. എനിക്ക് അത്രത്തോളം മറ്റു ടീമുകളിൽ നിന്നും വളരെ ഇഷ്ടമായി. കാരണം ഞാൻ കുറച്ചു നാളായിട്ട് ഈ ബയോട്ടേറിയം ടീമിൽ ഉണ്ടായതിന്റെ പേരിൽ എനിക്ക് ടീമിലുള്ളൊരു എല്ലാവരിൽ നിന്നുള്ളൊരു പെരുമാറ്റത്തിൽ നിന്ന് എന്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള ഒരു അഭിപ്രായമാണ്. അപ്പൊ അതില് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. നിങ്ങളുടെ ഒപ്പം എനിക്കും അതിലൊരു അംഗമാകാൻ സാധിച്ചതില്. ജീവിതത്തിൽ ഒരുപാട് ഫിനാൻഷ്യൽ പ്രോബ്ലംസ് അനുഭവിച്ചിട്ടുള്ള ഒരു വ്യക്തികളാണ് നിങ്ങളും ഞാനും.
കാരണം നമ്മൾ ഓരോ പ്രശ്നങ്ങൾ വരുമ്പോ അടുത്ത സൊല്യൂഷൻ എന്താണെന്ന് നമ്മൾ ചിന്തിക്കും. പക്ഷെ ഒരിക്കലും കൈവിട്ടു പോകാത്ത ഒരു മനസ്സുള്ളതിന്റെ പേരില് സാഹചര്യങ്ങൾക്ക് അനുസരിച്ചിട്ട് നമ്മൾ സഡൻലി ഒരു തീരുമാനം എടുക്കാനായിട്ട് എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. ഞാനും അതുപോലെ തന്നെ ഓരോ സാമ്പത്തിക പ്രതിസന്ധികൾ വന്നു കഴിഞ്ഞപ്പോൾ ഓരോ ഫണ്ടിന് വരുമാനത്തിന് വേണ്ടിയിട്ട് ഇത് തന്നെ നെറ്റ്വർക്ക് ഫീൽഡ് തന്നെ ഒരുപാട് കൈവച്ചിട്ടുള്ള ആളാണ്. കൈവച്ചതിനൊക്കെ ഒരുപാട് നേടി പോന്നിട്ടുണ്ട്. എങ്കിൽ പോലും നമുക്കൊരു ഫിനാൻഷ്യൽ ഫ്രീഡത്തിലോട്ട് എത്താനായിട്ട് ഇതുവരെ സാധിച്ചിട്ടില്ല. ഞാൻ കൂടുതൽ ഫണ്ടിന്റെ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും എനിക്ക് ഏറ്റവും സേഫ് ആയിട്ട് തോന്നിയത് ഈ ബയോട്ടേറിയം ബിസിനസ് ആണ്. കാരണം നമുക്ക് ഒരാൾക്ക് ഉണ്ണാൻ കൊടുത്തില്ലെന്നുണ്ടെങ്കിലും ഊട്ടുവരെ കാണിച്ചു കൊടുക്കുക. ജീവിതത്തിൽ ആത്മഹത്യയുടെ മുന്നിൽ നിൽക്കുന്ന ഓരോരുത്തരെയും നമ്മൾ ജീവിതത്തിലോട്ട് തിരിച്ചു കൊണ്ടുവരാനായിട്ട് ഈ ബയോട്ടേറിയം ബിസിനസ്സിൽ കൂടി ഒരു വലിയൊരു സാമ്പത്തികമായിട്ടുള്ള ഒരു ഉയർച്ച ഉണ്ടായിട്ട് ആ കുടുംബത്തെയും അവരോട് ബന്ധപ്പെട്ട മറ്റു സൗഹൃദങ്ങളെയും കുടുംബത്തെയും ജീവിതത്തിലോട്ട് കൊണ്ടുവരാനായിട്ട് ഈ ഒരു ബിസിനസ്സിലോട്ട് നമുക്ക് സാധിക്കാം. ഒരു ഹോസ്പിറ്റൽ കേസുള്ള ഒരു വ്യക്തിക്കാണെന്നുണ്ടെങ്കിൽ പോലും നമുക്ക് ഒന്നോ രണ്ടോ പ്രാവശ്യമൊക്കെ അവരെ സഹായിക്കാൻ പറ്റും. പക്ഷെ അതിൽ കൂടുതൽ പറ്റില്ല. അങ്ങനെയുള്ള ആളുകൾക്കാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ അവരൊരു വരുമാനത്തിലോട്ട് കൊണ്ടുവരാനും നമ്മളുടെ പ്രൊഡക്റ്റ് അവർക്ക് കൊടുക്കാനും നല്ലൊരു സാമ്പത്തിക ഭദ്രതയുള്ള ഒരു ഇതിനകത്തോട്ട് മാറ്റാനും ഈ ബയോട്ടേറിയം ബിസിനസ് ഹൃദയത്തോട് ചേർത്ത് നിർത്തുന്നു. ഒരുപാട് നന്മയുള്ള മുഖങ്ങളുണ്ട്. എല്ലാരെയും ഒരിക്കൽ കൂടി ഈ മീറ്റിംഗിലോട്ട് സ്വാഗതം ചെയ്യുന്നു. ഈ ഒരു വെളുപ്പാങ്കാലത്തും ഇന്നേ സൂം അറ്റൻഡ് ചെയ്യുന്ന എല്ലാവരുടെയും പ്രോബ്ലം എന്റെ പ്രോബ്ലം പോലെ തന്നെ ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം എന്ന വലിയൊരു ചോദ്യത്തിന് മുന്നിൽ തന്നെയാണ് എത്തി നിൽക്കുന്നത് എന്നറിയാം. എങ്കിലും സുഹൃത്തുക്കളെ ഒരു കാര്യം പറയാം, നമ്മൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. കഴിഞ്ഞ ദിവസം മനോജ് സാർ പറഞ്ഞതുപോലെ വടി വെട്ടിയിട്ടേ ഉള്ളൂ. കാരണം ഞാൻ ആദ്യമേ പറഞ്ഞു, ഈ കാലത്തിനൊപ്പം സഞ്ചരിക്കാൻ നമുക്ക് സാധിച്ചത് നമ്മളുടെ ഏറ്റവും വലിയൊരു ഭാഗ്യമാണ്. കാരണം കമ്പനിയുടെ റീപർച്ചേസിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ഒരു സമയം എന്ന് വെച്ചാൽ ഇതുവരെ ഈ ബയോട്ടേറിയം ബിസിനസ് ചെയ്തവരെക്കാൾ ഏറ്റവും കൂടുതൽ സൗഭാഗ്യം വന്നിരിക്കുന്നത് നമുക്കാണെന്ന് തന്നെ നമുക്ക് ചിന്തിക്കാവുന്ന കാര്യമേ ഉള്ളൂ. കാരണം കമ്പനിയുടെ എല്ലാ വരുമാനങ്ങളും കൂടി നമുക്കൊരു നല്ലൊരു സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കാൻ സാധിക്കും. അപ്പൊ നിങ്ങളുടെയും എന്റെയും വലിയൊരു ചോദ്യത്തിനുള്ള ഒരു ഉത്തരമാണ്. ഫിനാൻഷ്യൽ ഫ്രീഡത്തിലോട്ട് എത്താനുള്ള വലിയൊരു ചോദ്യത്തിന്റെ മുന്നിൽ പകച്ചു നിൽക്കുന്ന നിങ്ങളെ കൈപിടിച്ചുയർത്താനും നമ്മളുടെ ഒപ്പം നല്ലൊരു ലീഡറായിട്ട് നിന്ന് ജീവിതത്തിൽ നല്ല നല്ല കാര്യങ്ങൾക്ക് ടീമിന്റെ ഉപരി നല്ലൊരു സൗഹൃദവും നല്ലൊരു ബന്ധുവാണ്, അല്ല നമ്മുടെ കൂട്ടത്തിലുള്ള ഒരു സഹോദരനാണ്, നമ്മൾ ഏറ്റെടുത്ത ഒരു ബന്ധുവാണ് എന്ന് പറഞ്ഞു തരാൻ പറ്റാവുന്ന, നമുക്ക് ചേർത്ത് നിർത്താവുന്ന ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റിയാണ് നമ്മുടെ ടീമിൽ എനിക്ക് മനസ്സിലാക്കി കൊടുത്തോളം നമ്മുടെ അഭിലാഷ് സാറ്, സുധി സാറ്, ജോയ് പീറ്റർ സാറ്, ഡാനി സാറ്, മനോജ് സാറൊക്കെ. അതുകൊണ്ട് ഞാൻ ഒന്ന് രണ്ടുപേരൊപ്പം ഫസ്റ്റ് ബിസിനസ്സിൽ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പോലും ഒരിക്കലും ആദ്യമായിട്ട് കാണുന്നുള്ള ഒരു ഫീൽ അല്ല തോന്നിയത്. അത്രയ്ക്ക് നമുക്ക് ഒരു ബെസ്റ്റ് സുഹൃത്ത് അല്ലെങ്കിൽ അങ്ങനെ ഒരു ബന്ധം ഫസ്റ്റിലേ തന്നെ എനിക്ക് തോന്നിയായിരുന്നു. അപ്പൊ ഈ ബയോട്ടേറിയം ബിസിനസ് എന്താണെന്നും ഇതിൽ കൂടി എങ്ങനെ ഒരു ഫിനാൻഷ്യൽ ഫ്രീഡത്തിലോട്ട് എത്താൻ പറ്റുമെന്നും നമുക്ക് നമ്മളെ ഈ ബിസിനസിന്റെ ഈ ലോകത്തോട്ട് കൈപിടിച്ചുയർത്തി നമ്മളെ നല്ലൊരു നിലവാരത്തിലോട്ട് കൊണ്ടുവരാനും ഇന്നും നമുക്ക് വേണ്ട അറിവുകൾ പറഞ്ഞു തരുന്നതാണ് നമ്മുടെ ടീമിനെ നയിച്ചുകൊണ്ടിരിക്കുന്ന എറണാകുളം വൈപ്പിൻ സ്വദേശി നമ്മുടെ ടീമിന്റെ അമരക്കാരനുമായിട്ടുള്ള ജോയ് പീറ്റർ സാർ, എറണാകുളം. സാറ് 1/4 നൂറ്റാണ്ടിന്റെ ഡയറക്ട് സെല്ലിങ്ങിൽ എക്സ്പീരിയൻസ് ഉള്ള ഒരു സാറാണ്. അതുകൂടാതെ ഏറ്റവും നല്ലൊരു ടീമിനെ നയിക്കുന്നതും നല്ല ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ളതും അദ്ദേഹം ഒരു ട്രെയിനറും മോട്ടിവേറ്ററുമാണ്. അപ്പൊ 25 വർഷത്തിൽ കൂടുതൽ ഈ ഡയറക്ട് സെല്ലിങ്ങിന്റെ സ്പന്ദനം അറിഞ്ഞിട്ടുള്ള നമ്മളുടെ ഈ ജോയ് പീറ്റർ സാറിനെ ഒരു ഏതൊരു ടീമിലാണെന്നുണ്ടെങ്കിൽ പോലും അല്ലെങ്കിൽ ലൈഫിലാണെന്നുണ്ടെങ്കിൽ പോലും ഒരു പ്രോബ്ലംസ് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനെ എങ്ങനെ മറികടക്കണം എന്നുള്ള
നെറ്റ്വർക്കിൽ നമ്മളെക്കാളും കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ള ഒരു വ്യക്തിയാണെന്ന് ഞാൻ 100% പറയുന്നു. അതുകൂടാതെ എന്നെ ഈ ബിസിനസ്സിലോട്ട് കൊണ്ടുവന്നത് പ്രിയപ്പെട്ട ലീഡർ ജോയ് പീറ്റർ സാറാണ്. എനിക്ക് അദ്ദേഹത്തോട് ഒരുപാട് നന്ദിയും കടപ്പാടും സ്നേഹവും ഉണ്ട്. കാരണം നമ്മൾ ഒരു വ്യക്തി വിജയിക്കണമെന്നുണ്ടെങ്കിൽ നമ്മളെ കൈപിടിച്ച് ഉയർത്തുവാനും ആരെങ്കിലൊക്കെ വേണ്ടേ. അതുപോലെ ദൈവതുല്യനായിട്ട് എന്റെ മുന്നിൽ വന്ന് ഈ ഒരു അവസരം എനിക്ക് തന്ന ജോയ് പീറ്റർ സാറിനെ ഞാൻ എന്നും നന്ദിയോട് മാത്രമേ ഓർക്കാറുള്ളൂ. അദ്ദേഹത്തിനും ഫാമിലിക്കും വേണ്ടിയിട്ട് ഒരു നിമിഷമാണെന്നുണ്ടെങ്കിലും ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. കാരണം ജീവിതത്തിൽ അവസരങ്ങൾ എപ്പോഴും നമുക്ക് കിട്ടണമെന്നില്ല. പക്ഷെ കിട്ടുന്ന അവസരങ്ങൾ നമ്മൾ ആരാണെന്നുണ്ടെങ്കിലും നമ്മളത് സ്വീകരിക്കുക, നമ്മളത് ആത്മാർത്ഥമായി ചെയ്യുക. ചിലപ്പോ ചില സാഹചര്യങ്ങൾ കൊണ്ട് നമ്മൾ അവരാരും പ്രതീക്ഷിക്കുന്ന വിധത്തിലോട്ട് നമുക്ക് ആ സമയം കടന്നു വരാൻ കഴിഞ്ഞില്ലെന്നുണ്ടെങ്കിലും നമ്മൾ അത് ഹൃദയത്തോട് ഏറ്റെടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ സമയം കടന്നു പോവുക തന്നെ ചെയ്യും. അടുത്തൊരു സെക്കൻഡിൽ നമ്മൾ ഒരു കരിയില പറക്കാൻ സാധിക്കില്ല, അല്ലെങ്കിൽ അതൊരു കരിയിലയാണ്, അത് എത്രയൊക്കെ ഉള്ളൂ അതിന് വാല്യൂ എന്ന് നമ്മൾ കരുതുന്നിടത്തായിരിക്കും ഒരു ചെറിയ കാറ്റ് മതി ആ കരിയിലേക്ക് ആകാശത്തോളം ഉയർന്നു പോകാൻ എന്നുള്ളൊരു നഗ്ന സത്യം കൂടി നിങ്ങൾ എല്ലാവരും കൂടി ഓർക്കുക. നമ്മൾ ആരെയും നമ്മൾ ചെറുതായി കാണരുത്. നമ്മുടെ കൂടെ വന്നേക്കുന്ന, നമ്മളെ വിശ്വസിച്ച് വന്നേക്കുന്ന നമ്മുടെ ടീമിനെ നമ്മൾ ചേർത്ത് നിർക്കുക. അപ്പൊ ഒരു ബയോട്ടേറിയം ബിസിനസ്സിൽ കൂടി ഒരു ടീമിനെ എങ്ങനെ കൊണ്ടുപോകും, നമ്മൾക്ക് എങ്ങനെ ബിസിനസ്സിൽ നല്ല വിജയങ്ങൾ ഉണ്ടാകാൻ പറ്റും, ഫിനാൻഷ്യൽ ഫ്രീഡത്തിൽ എങ്ങനെ എത്താൻ പറ്റുന്നു, നമുക്ക് വേണ്ട അറിവുകൾ പറഞ്ഞു തരാനായിട്ട് നിങ്ങളുടെ ഓരോരുത്തരുടെയും പേരിൽ ഞാൻ വെൽക്കം ചെയ്യുന്നു. പ്ലീസ് ജോയ് പീറ്റർ സാർ. Thank you, Tangavadi. Good morning, friends. നമ്മൾ ഇന്നിവിടെ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയം മാർക്കറ്റിംഗ് പ്ലാനും നമ്മുടെ റീപർച്ചേസ് പ്ലാനുമാണ്. പിന്നെ പല ആൾക്കാർക്കും മാർക്കറ്റിംഗ് പ്ലാൻ എന്താണെന്ന് വ്യക്തമായ ഒരു ധാരണയില്ല. ആ ഒരു ധാരണയില്ലായ്മയാണ് പലപ്പോഴും നമ്മളുടെ വിജയത്തിലേക്ക് നമുക്ക് എത്താൻ സാധിക്കാത്തത്. കാരണം ഈ പ്രസ്ഥാനവുമായിട്ട് നമ്മൾ മുന്നോട്ട് പോകുന്ന സമയത്ത് നമ്മൾക്ക് ഏറ്റവും കൂടുതൽ ആത്മവിശ്വാസം തരുന്നത് നമ്മളുടെ വരുമാനത്തെ കുറിച്ച് വ്യക്തമായ ഒരു ബോധ്യം നമ്മൾക്ക് ഉണ്ടെങ്കിൽ മാത്രമാണ്. നമ്മൾക്ക് വരുമാനത്തെ കുറിച്ച് ബോധ്യം ഉണ്ടെങ്കിൽ മാത്രമേ മറ്റൊരാളെ നമുക്കത് ബോധ്യപ്പെടുത്താനും മറ്റൊരാളിൽ ഒരു കോൺഫിഡൻസ് ഡെവലപ്പ് ചെയ്യാനും നിങ്ങളുടെ ഒപ്പം ചേർത്ത് നിർത്താനും നിങ്ങളുടെ ഒപ്പം ഈ ബിസിനസ്സുമായിട്ട് മുന്നോട്ട് നയിക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുകയുള്ളൂ. പ്രൊഡക്റ്റ് ബേസ് ചെയ്തിട്ടാണ് മിക്കവാറും നമ്മളെല്ലാവരും, നമ്മുടെ കൂടെയുള്ള ആൾക്കാരാണെങ്കിലും മാർക്കറ്റിലാണെങ്കിലും നമ്മൾ ആൾക്കാരെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ പ്രൊഡക്റ്റ് ഉപയോഗിച്ചാൽ ആരോഗ്യം കിട്ടും, നിലവിലുള്ള പ്രശ്നങ്ങൾ നമുക്ക് ഇല്ലായ്മ ചെയ്യാൻ സാധിക്കും. അത്തരത്തിലുള്ള ഒരു കോൺഫിഡൻസ് ആയിട്ടാണ് നമ്മൾ ഇന്ന് മാർക്കറ്റിൽ പോയിക്കൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഫീൽഡിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. അത് 100% ശരിയാണില്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ നമ്മൾ ഈ പ്രൊഡക്റ്റ് വൈസ് മാത്രം നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ, നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ഒരു ടീമിനെ നമ്മൾ ബിൽഡ് ചെയ്യുമ്പോഴാണ് നമ്മൾക്ക് വരുമാനം നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഒരു വരുമാനം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുള്ളൂ. നമ്മൾ പ്രൊഡക്റ്റ് വൈസ് പോകുമ്പോൾ എന്താ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സെയിൽസ്മാനെ പോലെ ആയിരിക്കും നമ്മൾ പ്രവർത്തിക്കുന്നത്. നമ്മളുടെ ഓരോരുത്തരുടെയും എഫേർട്ടിന്റെ ഭാഗമായിട്ട് നമ്മുടെ സർക്കിളിലുള്ള നമ്മുടെ പരിചയക്കാരുടെ ആ കെയറോപ്പിലുള്ള ഒരു സെയിൽ മാത്രമായിരിക്കും നമുക്ക് കിട്ടുന്നത്. മറിച്ച് നമ്മളൊരു ടീമിനെയാണ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ 100 കണക്കിന് ആൾക്കാരുടെ കെയർ ഓഫിലുള്ള സെയിൽസ് ആയിരിക്കും നമുക്ക് വരുന്നത്. അത് വളരെ കൂടുതലായിരിക്കും ആ സെയിൽസ്. അപ്പൊ അത്തരത്തില് നമ്മളൊരു ഡിസ്ട്രിബ്യൂട്ടർ ബേസ് ഒരു ടീമിനെ നമ്മൾ ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ തീർച്ചയായിട്ടും വരുന്ന ഡിസ്ട്രിബ്യൂട്ടറിന് ഇതിന്റെ സാധ്യതകളെ കുറിച്ച് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ സാധിച്ചാൽ മാത്രമേ സാധിക്കുള്ളൂ. അതിന് നമ്മള് ഈ മാർക്കറ്റിംഗ് പ്ലാൻ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കിയിരുന്നാൽ മാത്രമേ, എങ്ങനെയാണ് ഇതിൽ നിന്ന് നമുക്ക് വരുമാനം കിട്ടുന്നത്, നമ്മൾ ഏത് രീതിയിൽ കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ രീതിയിലുള്ള ഒരു വരുമാനത്തിലേക്ക് എത്താൻ സാധിക്കുന്നത്, ജീവിതത്തിൽ എങ്ങനെ ഈ സാമ്പത്തിക സ്വാതന്ത്ര്യം ഉണ്ടാക്കാൻ പറ്റും എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ സാധിച്ചാലാണ് നമ്മൾക്ക് ഈ രീതിയിലുള്ള ഒരു ടീമിനെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അപ്പൊ ഞാൻ അധികം വിഷയത്തിലേക്ക് കിടക്കുന്നില്ല. നമ്മുടെ മാർക്കറ്റിംഗ് പ്ലാനിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഞാൻ ജസ്റ്റ് ഒന്ന് എന്റെ സ്ക്രീൻ ഒന്ന് ഞാൻ ഷെയർ ചെയ്യട്ടെ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ഈ ഒരു പ്രോഗ്രാമിലേക്ക് ഞാൻ വെൽക്കം ചെയ്യുന്നു. നമ്മുടെ മാർക്കറ്റിംഗ് പ്ലാൻ ആൻഡ് റീപർച്ചേസ് ആണ്.
പല ആൾക്കാരും ചോദിക്കുന്ന ഒരു ചോദ്യം, എന്തുകൊണ്ട് ഈ ബയോട്ടോറിയത്തിൽ തന്നെ ജോയിൻ ചെയ്യണം? ഇവിടെ എത്രയോ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കമ്പനികൾ പ്രവർത്തിക്കുന്നുണ്ട്. ഇവിടെ ഈ ബയോട്ടോറിയത്തിൽ ജോയിൻ ചെയ്യാൻ നമ്മൾ ഓരോരുത്തരെ ക്ഷണിക്കുമ്പോൾ അവർ ഇത്തരത്തിലൊരു ചോദ്യമാണ് ചോദിക്കണമെങ്കിൽ 3 കാര്യങ്ങളാണ്. ഒന്ന്, ലോ സ്റ്റാർട്ടപ്പ് കോസ്റ്റ് ആണ്. നമുക്കറിയാം ഇന്ന് 3100 രൂപയിൽ പോലും നമ്മൾക്ക് ഇന്ന് ജോയിൻ ചെയ്യാം. 3200 നമ്മൾ ജോയിൻ ചെയ്യുന്ന സമയത്ത് കമ്പനി പറയുന്ന എല്ലാ ആനുകൂല്യങ്ങളും എന്ന് പറഞ്ഞാൽ 50-100 PV ജോയിൻ ചെയ്യുന്ന വ്യക്തിക്ക് നൽകിയിരുന്ന എല്ലാ ആനുകൂല്യങ്ങളുമാണ് ഈ 3200 രൂപയിൽ ജോയിൻ ചെയ്യുന്ന ഒരു വ്യക്തിക്ക് കമ്പനി നൽകാൻ എന്ന് പറയുന്നു. അത് ഒരുപക്ഷെ ഇന്ന് ഇന്ത്യയിലെ ഒരു മൾട്ടി ലെവൽ മാർക്കറ്റിങ്ങിനും പറയാൻ സാധിക്കാത്ത ഒരു കാര്യമാണ്. 3100 രൂപയിൽ ജോയിൻ ചെയ്യുന്ന ഒരു വ്യക്തിക്ക് മദർ പ്ലാനും ഫാദർ പ്ലാനിലൂടെ അദ്ദേഹത്തിന് നേടാൻ സാധിക്കുന്നത് ഏതാണ്ട് 5.5 കോടി രൂപയാണ്. 6 കോടി രൂപയോളമാണ്. അത്രയും വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഈ ലോ സ്റ്റാർട്ടപ്പ് കോസ്റ്റിലൂടെ ഇന്ന് ഈ ബയോട്ടോറിയം നൽകുന്നത്. ഈ ഒരു കാര്യം മാത്രം മതി ഓരോ വ്യക്തിയെ നമുക്ക് ഈ ബയോട്ടോറിയത്തിലേക്ക് കൊണ്ടുവരാൻ. മറ്റൊന്ന്, ബെസ്റ്റ് ബിസിനസ് മോഡൽ എവറാണ്. കാരണം ഇന്ന് പല കമ്പനികൾക്കും പല ടൈപ്പിലുള്ള പ്ലാനുകൾ ഉണ്ട്. നമ്മളെ സംബന്ധിച്ച് നമ്മൾ ബൈനറി എന്ന് പറയുന്ന ഒരു പ്ലാൻ ആയിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ഇന്നൊരു പക്ഷേ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കോടീശ്വരന്മാരെ സൃഷ്ടിച്ചിട്ടുള്ള ഒരു പ്ലാനാണ്, അല്ലെങ്കിൽ ഒരു ബിസിനസ് മോഡലാണ് ബൈനറി എന്ന് പറയുന്നത്. അത്തരത്തിലുള്ള ഒരു പ്ലാൻ ആയിട്ടാണ് നമ്മളും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഹൈ പേ ഔട്ട് ഇൻ ഇന്ത്യ. ഒരു കമ്പനിക്കും അവകാശപ്പെടാൻ പറ്റാത്ത അത്രയും വലിയൊരു പേ ഔട്ടാണ് നമ്മൾ ഇന്ന് ഈ ഒരു പ്ലാനിലൂടെ നമ്മൾ കൊടുക്കുന്നത്. കാരണം 3100 രൂപക്ക് ജോയിൻ ചെയ്യുന്ന ഒരു വ്യക്തി കൊണ്ടുവരുന്ന 100 PVക്കും കമ്പനി കൊടുക്കുന്നത് 6820 രൂപയാണ്. എന്ന് പറഞ്ഞാൽ മറ്റൊരു കമ്പനിക്കും അവകാശപ്പെടാൻ പറ്റാത്ത ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഹൈ പേ ഔട്ട് ഇൻ ഇന്ത്യ എന്ന് ഞാൻ അത് എഴുതാൻ കാരണം. പിന്നെ നമ്മൾക്കറിയാം, നമ്മുടെയൊക്കെ ജീവിതത്തില് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും വളരെ പ്രാധാന്യമേറിയ കാര്യങ്ങൾ എന്ന് പറയുന്നത് നല്ലൊരു വീട് സ്വന്തമായിട്ട് നമുക്ക് വേണം എന്നൊരാഗ്രഹം ഏതൊരു മലയാളിയുടെയും ഒരു ആഗ്രഹമാണ്. സ്വന്തം വീട്ടിൽ കിടന്ന് ഉറങ്ങുക എന്ന് പറയുന്നത് ഏതൊരു മലയാളിയുടെയും വലിയൊരു ആഗ്രഹമാണ്. പക്ഷെ കേരളം വിട്ട് നമ്മൾ പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ അങ്ങനെ ആഗ്രഹമുള്ള ആൾക്കാർ വളരെ കുറവാണ്. കാരണം ഞാൻ വർഷങ്ങളോളം ബാംഗ്ലൂർ താമസിച്ച ആളാണ്. വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അവിടെ 95% ആൾക്കാരും വാടക വീട്ടിൽ താമസിക്കുന്ന ഒരു സാഹചര്യമാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അവിടെ ആർക്കും തന്നെ സ്വന്തമായിട്ട് ഒരു വീട് വെക്കണമെന്നോ വാങ്ങണമെന്നോ അങ്ങനെയുള്ള യാതൊരു ആഗ്രഹങ്ങളും ഇല്ലെന്നുള്ള. അത് കേരളത്തിൽ വന്നപ്പോഴാണ് എനിക്ക് ആ ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് മനസ്സിലായത്. ഒരു മലയാളിയുടെ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് സ്വന്തമായിട്ട് ഒരു വീട്, അല്ലെങ്കിൽ സ്വന്തമായിട്ട് സ്ഥലം മേടിക്കുക, അവിടെ ഒരു വീട് വെക്കുക എന്ന് പറയുന്നത്. ഇന്ന് ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചും ആ ആഗ്രഹം എന്താ പറയുന്നത് മനസ്സിന്റെ ഉള്ളിൽ കുഴിച്ചു മൂടേണ്ട ഒരു അവസ്ഥയാണ്. കാരണം ഇന്ന് സ്ഥലത്തിന് വില കൂടി, ബിൽഡിംഗ് നമ്മൾ ഈ പറയുന്ന ലേബർ കോസ്റ്റ് കൂടി, അതേപോലെ തന്നെ എന്താ പറയുന്നത് മെറ്റീരിയൽസിന്റെ വില കൂടി. അപ്പൊ ഒരു ചെറിയൊരു വീട് വെക്കണമെങ്കിൽ പോലും ഇന്ന് ഏറ്റവും ചുരുങ്ങിയത് ഒരു സ്ക്വയർ ഫീറ്റ് 2500 രൂപയെങ്കിലും മുടക്കാണ്ട് നമുക്കൊരു വീട് നിർമ്മിക്കാൻ നമുക്ക് സാധിക്കില്ല. ഇനി ഈ വീട് വെക്കാന്ന് വിചാരിച്ചാൽ തന്നെ സ്വന്തമായിട്ട് സ്ഥലം വേണം. സ്ഥലം ഇല്ലെങ്കിൽ നമ്മളൊരു സ്ഥലം വാങ്ങും. 3 സെന്റ് സ്ഥലം 2 സെന്റ് സ്ഥലമൊക്കെയാണ് ആൾക്കാർ വാങ്ങി ഒരു ചെറിയ വീട് വെച്ച് എന്താ പറയുന്നത് തിങ്ങി നെരിഞ്ഞ് ജീവിക്കുന്ന ഒരു സാഹചര്യമാണ്. അപ്പൊ നമ്മുടെ മനസ്സിലുള്ളത് പോലെയുള്ള ആ ആഗ്രഹം അനുസരിച്ച് ഒരു വീട് വെക്കുക, നമ്മുടെ കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കുക എന്ന് പറയുന്നതാണ് ഇന്ന് മറ്റൊരു കാര്യം. കാരണം ഇന്ന് നമ്മുടെ കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം കിട്ടിയില്ലെങ്കിൽ തീർച്ചയായിട്ടും അവൻ പുറന്തള്ളപ്പെടും. കാരണം ഈ സമൂഹത്തില് ഇത്രയും ഡെവലപ്ഡ് ആയിട്ടുള്ള, ഇത്രയും ടെക്നോളജി പരമായിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഈ ഒരു സമൂഹത്തില് നമ്മുടെ കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം നമുക്ക് കൊടുക്കാൻ സാധിച്ചില്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ കുട്ടികൾ പുറകിലേക്ക് പോകും. അവർ ജീവിതത്തിൽ വിജയിക്കാത്ത വ്യക്തികളായിട്ട് മാറും എന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ അതും വലിയൊരു സ്വപ്നമാണ്. എന്താണ് നമ്മുടെ കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കുക എന്ന് പറയുന്നത്. ഇന്ന് കുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുക എന്ന് പറയുന്നതിന്റെ ചെലവ് നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. വലിയ ഭീമമായ തുകയാണ് നമുക്ക് അതിനുവേണ്ടി ആവശ്യമായിട്ട് വരുന്നത്. ഏതൊരു സാധാരണക്കാരനും അതൊരു സ്വപ്നമായിട്ട് നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. മൂന്നാമത്തെ ഒരു ആഗ്രഹമാണ് അടിച്ചുപൊളിച്ച് ജീവിക്കണം, ഗുഡ് ലൈഫ് സ്റ്റൈൽ, അല്ലെ? നല്ല രീതിയിൽ ജീവിക്കണമെന്ന് നമുക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ നമ്മുടെ വരുമാനം ഒരിക്കലും അത് അനുവദിക്കുന്നില്ല എന്നുള്ളതാണ്. നാലാമത് നമുക്ക് നല്ലൊരു വാഹനം, അല്ലെ? നമ്മുടെ ആഗ്രഹിക്കുന്ന ഇന്ന് നമ്മള് പലപ്പോഴും എന്താ പറയുന്നത്, ഇന്ന് കൊച്ചു കുട്ടികൾക്ക് വരെയും അറിയാം ബെൻസ് കാർ എന്താണ്, BMW എന്താണ്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ ഏതൊരു വ്യക്തിയുടെയും ഉള്ളില് നല്ലൊരു വാഹനം സ്വന്തമാക്കണമെന്നൊക്കെ ഉണ്ടാവും. പക്ഷെ ഇതൊക്കെ സ്വന്തമാക്കാനായിട്ട് തീർച്ചയായിട്ടും ഇന്ന് നമ്മൾ ചെയ്യുന്ന ജോലിയുമായിട്ട് മുന്നോട്ട് പോയാൽ അത് സാധ്യമല്ല. തീർച്ചയായിട്ടും ഇതുപോലെയുള്ള
ഈ ബയോട്ടോറിയം പോലെയുള്ള പ്രസ്ഥാനത്തിൽ നമ്മൾ അതിന്റെ ഭാഗമാകുക, ആ കാര്യങ്ങളെ കുറിച്ച് വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കുക. ഈ ഒരു പ്രസ്ഥാനവുമായിട്ട് നമ്മൾ സ്റ്റിക്ക് ഓൺ ചെയ്ത് ഒരു 2-3 വർഷം നമ്മൾ ചെയ്യാൻ തയ്യാറാണെങ്കിൽ തീർച്ചയായിട്ടും ഈ പറയുന്ന എല്ലാ സൗഭാഗ്യങ്ങളും നമ്മൾക്ക് നേടിയെടുക്കാൻ നമുക്ക് സാധിക്കുന്നുള്ളതാണ്. അങ്ങനെ നമ്മൾ ഈ ഒരു പ്രസ്ഥാനവുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇത് നിയമപരമായിട്ട് എന്ന് പറഞ്ഞാൽ 100% നമ്മൾക്ക് ഈ പ്രസ്ഥാനത്തിൽ നിന്ന് പ്രവർത്തിക്കാം. കാരണം എന്താണ്, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ പാസ് ദ ബിൽ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് 100% ലീഗൽ. അത് കേന്ദ്ര സർക്കാരാണെങ്കിലും ശരി, സംസ്ഥാന സർക്കാരാണെങ്കിലും ശരി, നിയമപരമായിട്ട് ഈ ബിസിനസിനെ എന്താ പറയുന്നത് പ്രൊട്ടക്ട് ചെയ്തിരിക്കുകയാണ്. എന്ന് പറഞ്ഞാല് സത്യസന്ധമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു കമ്പനിക്കും ഒരു കാരണവശാലും ഇവിടുന്ന് പോകേണ്ടി വരില്ല എന്നുള്ളതാണ്. അപ്പോ ഇത്രയും നിയമങ്ങളുടെ എന്താ പറയുക, നിയമങ്ങളുടെ ആ ചട്ടക്കൂടിന്റെ ഉള്ളിൽ നിന്നുകൊണ്ടാണ് ഈ ബയോട്ടോറിയം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമുക്ക് കേന്ദ്ര സർക്കാരിന്റെ ആണെങ്കിലും സംസ്ഥാന സർക്കാരിന്റെ ആണെങ്കിലും ഇത്തരത്തിലുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നമ്മൾ പാലിച്ചുകൊണ്ടാണ് നമ്മൾ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് എന്താണ്, നമ്മളുടെ സ്വപ്നങ്ങൾ ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോമിന്റെ മുകളിൽ നമുക്ക് നമ്മുടെ സ്വപ്നങ്ങൾ കെട്ടി ഉയർത്താൻ നമുക്ക് സാധിക്കും. ധൈര്യമായിട്ട് നമുക്ക് കെട്ടി ഉയർത്താൻ സാധിക്കും. ഈ ബയോട്ടോറിയം ഇവിടെ ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല എന്നുള്ളതാണ്. അപ്പൊ നമ്മൾക്ക് നമ്മുടെ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മളൊരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യണം എന്നുള്ളതാണ്. അപ്പൊ ഒരു ബിസിനസ്സിന് നമ്മൾ പ്രാധാന്യം കൊടുത്ത് സംസാരിക്കുമ്പോൾ പ്രൊഡക്റ്റ് അവിടെ ഓട്ടോമാറ്റിക്കലി പർച്ചേസ് നടന്നോളും. പ്രൊഡക്റ്റിന് നമ്മൾ കൂടുതൽ മൂല്യം കൊടുക്കേണ്ട കാര്യമില്ല, അല്ലെങ്കിൽ പ്രൊഡക്റ്റിനെ കൂടുതൽ നമ്മൾ എന്താ പറഞ്ഞത് ഫോഴ്സ് ചെയ്ത് പറയേണ്ട കാര്യം വരില്ല. അപ്പൊ ബിസിനസ് അയാൾക്ക് ഓക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും എന്ത് സംഭവിക്കും, പ്രൊഡക്റ്റിനെ കുറിച്ച് അയാൾ എന്തായാലും ആ ബിസിനസ് ചെയ്യണമെങ്കിൽ ഒരു പ്രൊഡക്റ്റ് എടുത്തേ പറ്റും. അപ്പൊ സെയില് ഓട്ടോമാറ്റിക് ആയിട്ട് വരും എന്നുള്ളതാണ് എന്റെ ഒരു കാഴ്ചപ്പാട്. കാരണം നമ്മൾ ഓപ്പർച്യൂണിറ്റി നമ്മൾ കൊടുക്കുമ്പോൾ സെയിൽ ഓട്ടോമാറ്റിക് ആയിട്ട് വരും എന്നുള്ളതാണ്. അവിടെ ഏത് പ്രൊഡക്റ്റ് ആണ് അയാൾ എടുക്കണമെന്നല്ല, അയാൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് അദ്ദേഹത്തിന് ചൂസ് ചെയ്യാൻ സാധിക്കും. ഇത്രയധികം പ്രൊഡക്റ്റുകൾ നമ്മൾക്ക് ഉണ്ടെന്നുള്ളതാണ്. നമ്മുടെ ഫസ്റ്റ് പർച്ചേസിൽ അൾട്രാവറി ഉണ്ട്, മോർ പവർ ഉണ്ട്, അതേപോലെ തന്നെ പ്ലാന്റ് ബ്ലേസ് സപ്ലിമെന്റ് ഉണ്ട്, ഓർഗാനിക് അഗ്രികൾച്ചർ പ്രൊഡക്റ്റ് ഉണ്ട്, മാഗ്നറ്റിക് പ്രൊഡക്റ്റ് ഉണ്ട്, അതേപോലെ തന്നെ ഇമിറ്റേഷൻ ഗോൾഡ് 24 ക്യാരറ്റിന്റെ ഇമിറ്റേഷൻ ഗോൾഡിന്റെ പാക്കേജുകളും നമുക്ക് ഉണ്ടെന്നുള്ളതാണ്. അങ്ങനെ അനവധി ഫസ്റ്റ് പർച്ചേസ് പാക്കേജുകൾ നമുക്കുണ്ട്. അതിന് നമുക്ക് സ്റ്റാർട്ടിങ് വരുന്നത് 3100 രൂപയാണ്. 3100 രൂപ മുതൽ നമ്മൾക്ക് ഏതാണ്ട് 19,300 രൂപയാണ് മാക്സിമം വരുന്ന ഒരു ജോയിനിങ് കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ പ്രൊഡക്റ്റിന്റെ ആ ഒരു ക്വാളിറ്റിയും അല്ലെങ്കിൽ അവരുടെ ആവശ്യകതയും മനസ്സിലാക്കിക്കൊണ്ട് ഏതൊരു കസ്റ്റമറിനും അവർക്ക് ആവശ്യമുള്ള പ്രൊഡക്റ്റ് എടുത്തുകൊണ്ട് ഈ ബിസിനസ്സിലേക്ക് കടന്നു വരാത്തതാണ്. ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, വളരെ യൂണിക് ആൻഡ് റിസൾട്ട് ഓറിയന്റഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് മാഗ്നറ്റിക് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. കാരണം ഈ പ്രൊഡക്റ്റ് ആയിട്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് നമ്മുടെ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും എന്നുള്ളതാണ്. നിങ്ങൾ ഒരുപക്ഷെ ഒരുപാട് പേര് പല നെറ്റ്വർക്ക് ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. 2000 ഞാൻ DXN എന്ന് പറഞ്ഞൊരു നെറ്റ്വർക്ക് ചെയ്ത വ്യക്തിയാണ്. അവിടെ ഫുഡ് സപ്ലിമെന്റ്സ് ആയിരുന്നു, വെൽനെസ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രൊഡക്റ്റ് ആയിരുന്നു. 10% പോലും റിസൾട്ട് കിട്ടാത്ത പ്രൊഡക്റ്റുകളാണ് കഴിഞ്ഞ 25 വർഷമായിട്ട് അവർ മാർക്കറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു കുഴപ്പമില്ല. അപ്പൊ ഇവിടെ ഇത്രയ്ക്കും റിസൾട്ട് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ഒരു 90 to 120 ഡേയ്സിനുള്ളിൽ തന്നെ റിസൾട്ട് കിട്ടാവുന്ന തരത്തിലുള്ള പ്രൊഡക്ട്സ് ആണ് നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള മൾട്ടി വൈറ്റമിൻസ് പ്രാധാന്യം ചെയ്യുന്ന ഫുഡ് സപ്ലിമെന്റ്സും മോർ പവറും അതുപോലെ തന്നെ ഈ പറയുന്ന അൾട്രാബെറി പോലുള്ള പ്രൊഡക്ട്സും ഈസി ആയിട്ട് നമുക്ക് മാർക്കറ്റ് ചെയ്യാൻ സാധിക്കുന്നുള്ളതാണ്. അത് മാർക്കറ്റ് നമ്മൾ ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾക്ക് അതിൻ്റെതായിട്ടുള്ള ഒരു നോളജ് നമ്മൾക്ക് ആവശ്യമുണ്ട്. അപ്പൊ ഇത്രയും യൂണിക് ആയിട്ടുള്ള പ്രോഡക്റ്റ് നമ്മുടെ കയ്യിലുള്ളപ്പോൾ തീർച്ചയായിട്ടും ഈ ഓപ്പർച്യൂണിറ്റി നമുക്ക് നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്തെടുക്കാൻ നമുക്ക് സാധിക്കും എന്നുള്ളതാണ്. കമ്പനി പറയുന്ന ടൈപ്പ് ഓഫ് ഇൻസെന്റീവ്സ് ആണ് ഈ പറയുന്നത്. നമ്മൾക്ക് ആദ്യം തന്നെ വരുന്ന ഒരു ഇൻസെന്റീവ് എന്ന് പറയുന്നത് ക്വാളിഫിക്കേഷൻ ആൻഡ് എലിജിബിലിറ്റി ബോണസ് ആണ് ആദ്യം നമുക്ക് കിട്ടുന്നത്. ആ എലിജിബിലിറ്റി നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് സൂപ്പർ അവയർനെസ് ബോണസും സൂപ്പർ ഫാമിലി ബോണസും സർപ്രൈസ് ബോണസും അതുപോലെ ടീം റീപർച്ചേസ് ബോണസും മൾട്ടിപ്പിൾ ഡൊമസ്റ്റിക് ആൻഡ് ഇന്റർനാഷണൽ ട്രിപ്സ് നമുക്ക് ഇതിലൂടെ അവൈലബിൾ ആയിട്ടുണ്ട്. ഇത്രയും വരുമാനമാണ് കമ്പനി നമ്മൾക്ക് പറയുന്നത്. ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഈ പ്ലാനിൽ ഇനി എന്തെങ്കിലും വ്യത്യാസമോ കാര്യങ്ങളോ കമ്പനി വരുത്താൻ തീരുമാനിച്ചിട്ടില്ല. ഈ പ്ലാൻ 100% ലോക്ക് ചെയ്തിരിക്കണേണ്. 2030 ഡിസംബർ 31 വരെ ഈ പ്ലാൻ ലോക്ക്ഡ് ആണ്. എന്ന് പറഞ്ഞാൽ ഇന്ന് നിലവിൽ നമ്മൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു ആനുകൂല്യത്തിൽ നിന്നും ഒരു മാറ്റവും ഉണ്ടാവൂല. അത് ഒരു കാരണവശാലും കുറയൂല, പക്ഷെ കൂടാനുള്ള ചാൻസസ് അവിടെ ഉണ്ടെന്നുള്ളതാണ്. അപ്പൊ ആ രീതിയിൽ കമ്പനി തന്നെ കമ്പനിയുടെ PDF വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്, ഇത് 2030 വരെ നമ്മൾ ഈ ബിസിനസ് ലോക്ക് ചെയ്തേക്കണേണ്. ഇതിൽ യാതൊരു മാറ്റങ്ങളും ഫ്യൂച്ചറിൽ
ഉണ്ടാവില്ല. മാറ്റങ്ങൾ വരുമെങ്കിൽ തന്നെ അതിൽ വരുന്ന മാറ്റങ്ങൾ ഇത്രമാത്രമായിരിക്കും. കൂടുതലായിട്ടുള്ള വരുമാനമായിരിക്കും, പുതിയതായിട്ട് വരുന്ന വരുമാനങ്ങളായിരിക്കും അതിനകത്ത് വരുന്ന മാറ്റങ്ങൾ. നിലവിലുള്ള ഒരു വരുമാനത്തിലും ഒരു മാറ്റവും ഉണ്ടാവില്ല എന്നുള്ളത്. അപ്പൊ നമ്മുടെ ആദ്യത്തെ ഒരു ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ക്വാളിഫിക്കേഷൻ എലിജിബിലിറ്റി ക്രൈറ്റീരിയ റൗണ്ട് ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ ഇതിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ രണ്ടുപേരെ നമ്മൾ സ്പോൺസർ ചെയ്യണം. അതാണ് നമ്മുടെ ഒരു ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഈ രണ്ടുപേരിലൂടെ 150 PV, ഒന്നില്ലെങ്കിൽ ജീനിയേഴ്സ് ടീമിലോ അല്ലെങ്കിൽ വിന്നേഴ്സ് ടീമിലോ 100 PV 50 PV എന്നുള്ള കണക്കില് 100 PV 50 PV എന്നല്ല, നമ്മുടെ രണ്ട് സൈഡിലൂടെ 150 PV എന്നാണോ നമുക്ക് മാച്ചിങ് ആക്കാൻ സാധിക്കുന്നത്, അന്നായിരിക്കും നമ്മൾ ഈ ക്വാളിഫിക്കേഷൻ റൗണ്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുന്നത്. അതിൽ രണ്ടുപേരെ നമ്മൾ മിനിമം സ്പോൺസർ ചെയ്യണം. 150 PV ആണ്. അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് 450 രൂപയായിരിക്കും നമുക്ക് കിട്ടുന്ന വരുമാനം. ഈ ക്വാളിഫിക്കേഷൻ റൗണ്ട് കഴിയുമ്പോഴാണ് മറ്റു വരുമാനങ്ങൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിൽ ആദ്യത്തേത് സൂപ്പർ അവയർനെസ് ബോണസ് ആണ്. ഇന്നിപ്പോ നമുക്ക് 13 PV മുതലുള്ള എൻട്രി ഉള്ളതുകൊണ്ട് 13 PVയുടെ എൻട്രി മാച്ച് ചെയ്ത് കഴിഞ്ഞാൽ 8 രൂപ 80 പൈസ നിരക്കിലാണ് നമുക്ക് സൂപ്പർ അവയർനെസ് ബോണസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഒരു PV മാച്ച് ചെയ്താൽ 8 രൂപ 80 പൈസയാണ് അതിന് കമ്പനി തരുന്ന ബോണസ്. അപ്പൊ 13 PV ലെഫ്റ്റ് റൈറ്റ് മാച്ച് ചെയ്താൽ 114 രൂപയായിരിക്കും നമ്മൾക്ക് അവയർനെസ് ബോണസ് മാത്രമായിട്ട് കിട്ടുന്നത്. അത് 25 PV ആണെങ്കിൽ 220 രൂപയും, 50 PV ആണെങ്കിൽ 440 രൂപയും, 100 PV ആണെങ്കിൽ 880 രൂപയും, 1000 PV ആണെങ്കിൽ 8800 രൂപയാണ്. എന്ന് പറഞ്ഞാൽ അവയർനെസ് ബോണസ് ഒരു സൈക്കിളിൽ പരമാവധി നമുക്ക് കിട്ടുന്ന വരുമാനം 8800 രൂപയാണ്. ഇതിനെ നമുക്കൊരു സീലിംഗ് ലിമിറ്റ് എന്ന് പറയാം. ബൈനറിൽ സീലിംഗ് എന്ന് പറയും. ഓരോ കട്ട് ഓഫിലും ഒരു സീലിംഗ് ലിമിറ്റ് ഉണ്ടാവും. ആ സീലിംഗ് ലിമിറ്റ് ആണ് ഈ പറയുന്നത്. 1000 PV ആണ് നമ്മുടെ സീലിംഗ് ലിമിറ്റ്. 8800 രൂപയ്ക്ക് നമുക്ക് ഒരു 12 മണിക്കൂർ കിട്ടുന്ന വരുമാനം. 24 മണിക്കൂറിൽ എന്ന് പറഞ്ഞാൽ പെർ ഡേ പെർ ID നമുക്ക് കിട്ടുന്ന വരുമാനം 17600 രൂപയായിരിക്കും നമുക്ക് കിട്ടുന്ന വരുമാനം. രണ്ടാമത്തെ വരുമാനമാണ് നമ്മുടെ സൂപ്പർ ഫാമിലി ബോണസ്. സൂപ്പർ ഫാമിലി ബോണസ് നമുക്കറിയാം, ഒരു PV, ഒരു മാച്ചിങ് PVക്ക് കമ്പനി തരുന്നത് 59 രൂപ 40 പൈസ. എന്ന് പറഞ്ഞാൽ പരമാവധി നമുക്ക് ഒരു ദിവസം കിട്ടുന്ന വരുമാനം 100 PVക്ക് ആയിരിക്കും. എന്ന് പറഞ്ഞാൽ 5940 രൂപയായിരിക്കും മാക്സിമം നമ്മൾക്ക് ഒരു കട്ട് ഓഫിൽ നമുക്ക് കിട്ടുന്നത്. അങ്ങനെ രണ്ട് കട്ട് ഓഫിൽ നമുക്ക് 5940 രൂപ വെച്ച് നമുക്ക് കിട്ടും എന്നുള്ളതാണ്. ഇതാണ് നമ്മുടെ ഫാമിലി ബോണസ് എന്ന് പറയുന്നത്. ഫാമിലി ബോണസ് ആൻഡ് അവയർനെസ് ബോണസ് ഇത് ഒരുമിച്ച് കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു PDF കാണിച്ചിരിക്കുന്നത്. ഇതിനകത്ത് നമ്മൾക്ക് അവയർനെസ് ബോണസ് ഒരു PVക്ക് 8 രൂപ 80 പൈസയും, സൂപ്പർ ഫാമിലി ബോണസ് ഒരു PVക്ക് 59 രൂപ 40 പൈസയും. അപ്പൊ ഒരു 13 PV മാച്ചിങ് സംഭവിച്ചാൽ, നിങ്ങളുടെ ക്വാളിഫിക്കേഷന് ശേഷം 13 PV മാച്ച് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്ന വരുമാനം അവയർനെസ് ബോണസും ഫാമിലി ബോണസും കൂടി 886 രൂപയാണ്. അപ്പൊ ഒരു 3100 രൂപയുടെ രണ്ട് സെയിൽ മാച്ചിങ് സംഭവിച്ചാൽ ആ വ്യക്തിക്ക് ഒരു സൈക്കിളിൽ ഏതാണ്ട് 886 രൂപ വരുമാനം കിട്ടും എന്നുള്ളതാണ് ആ കാണിച്ചിരിക്കുന്നത്. 25 PV ആണ് മാച്ച് ചെയ്യണമെങ്കിൽ അവയർനെസ്സും ഫാമിലി ബോണസും എന്ന് പറയുന്നത് 1705 രൂപയാണ്. അപ്പൊ ഒരു 25 PVയുടെ സെയിൽ എന്ന് പറയുന്നത് 4500 5000 ആ ഒരു റേഞ്ചിലാണ് നമ്മുടെ 25 PVയുടെ സെയിൽ വരുന്നത്. അപ്പൊ ഒരു എന്താ പറയുന്ന ഒരു ഫുൾ ടൈം വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് ഒരു ദിവസം 25 PVയുടെ സെയിൽ അദ്ദേഹത്തിന് എടുക്കാൻ സാധിച്ചാൽ തന്നെ ഒരു ദിവസം ജോലി ചെയ്താൽ കിട്ടുന്നേക്കാൾ കൂടുതൽ വരുമാനമാണ് 1705 രൂപയായിരിക്കും അദ്ദേഹത്തിന് കിട്ടുന്ന വരുമാനം. അപ്പൊ ഇതൊരു ഫുൾ ടൈം ആയിട്ട് എടുത്ത് ചെയ്യാൻ നമുക്ക് സാധിക്കും. അങ്ങനെ ചെയ്യണമെങ്കിൽ അവർക്ക് ഈ ഓപ്പർച്യൂണിറ്റി വളരെ വ്യക്തമായിട്ട് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താൽ മാത്രമേ ആ രീതിയിൽ പബ്ലിക് ഇറങ്ങി വരുള്ളൂ. ഈ 50 PV ആണ് ലെഫ്റ്റ് റൈറ്റ് മാച്ചിങ് സംഭവിക്കണമെങ്കിൽ 3410 രൂപയായിരിക്കും. 75 PV ആണ് ലെഫ്റ്റ് റൈറ്റ് മാച്ചിങ് നടക്കണമെങ്കിൽ 5115 രൂപയായിരിക്കും. 100 PV ആണ് ഒരു ദിവസം നമുക്ക് മാച്ചിങ് കിട്ടണമെങ്കിൽ 6820 രൂപയായിരിക്കും. അപ്പൊ ഒരു ടീമിനെ നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മിനിമം ഒരു ദിവസം ഒരു 100 PVയുടെ സെയിൽ നമുക്ക് എടുക്കാൻ സാധിച്ചാൽ ഒരു ദിവസം 6820 രൂപ വരുമാനം നമുക്ക് ഈ ഒരു ഓപ്പർച്യൂണിറ്റിയിലൂടെ നമുക്ക് വാങ്ങാൻ സാധിക്കും എന്നുള്ളതാണ്. ഇനി മറ്റൊന്നെന്ന് പറയുന്നത് നമ്മളുടെ ഈ പറയുന്ന വരുമാനം ഞാൻ നേരത്തെ പറഞ്ഞു. സൂപ്പർ അവയർനെസ് ബോണസ് 8800 രൂപയാണ്. ഒരു ദിവസം 17600 രൂപ നമുക്ക് വരുമാനം കിട്ടും. സൂപ്പർ ഫാമിലി ബോണസ് 5940 രൂപയാണ്. ഒരു ദിവസം 11880 രൂപയായിരിക്കും നമുക്ക് കിട്ടുന്ന വരുമാനം. അപ്പൊ പെർ ഡേ ഇൻകം എന്ന് പറയുന്നത് 29480 രൂപയാണെങ്കിൽ അതൊരു മാസത്തിലേക്ക് വരുമ്പോൾ 8,84,400 രൂപയാണ്. അതൊരു വർഷത്തിലേക്ക് വരുമ്പോൾ 1,06,12,800 രൂപയാണ്.
അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ മദർ പ്ലാൻ എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ മദർ പ്ലാനിൽ നമുക്ക് പറയാനുള്ളത്. ഇത് ഏതൊരു വ്യക്തിക്കും വെറുതെ ഒരു 10-15 മിനിറ്റ് കൊണ്ട് മനസ്സിലാക്കാവുന്ന കാര്യമാണ്. അത് മനസ്സിലാക്കുന്ന കാര്യങ്ങൾ നമ്മളൊരു കടലാസിൽ വരച്ച് മറ്റൊരാളെ ബോധ്യപ്പെടുത്താൻ നമുക്ക് സാധിച്ചാൽ ആ ഓരോ വ്യക്തികളെയും നമ്മൾക്ക് ഈ പറയുന്ന ബിസിനസ്സിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും. ഇത്രയും പ്ലാന് നമ്മൾ പറയുന്ന സമയത്ത് 1 കോടി രൂപയൊക്കെ ലഭിച്ച ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ടോ എന്നൊക്കെ ചോദിക്കാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പൊ ഈ പറയുന്ന വ്യക്തികളെ നമുക്ക് കാണിച്ചു കൊടുക്കാൻ സാധിക്കും. ഇതിപ്പോ നമ്മുടെ മുംബൈ ബേസ്ഡ് ചെയ്തിട്ടുള്ള സീനിയർ ആണ് റഷീദ് സാറ്. അദ്ദേഹം 1 CR അച്ചീവർ ആണ്. നമ്മുടെ പ്രിയങ്കരനായ മനോജ് സാറ് 1 CR അച്ചീവർ ആണ്. ഇവിടെ ലേഡീസ് ആയിട്ടുള്ള ആൾക്കാർ പോലും വടക്കേ ഇന്ത്യയിൽ 1 കോടി രൂപ വാങ്ങിയിട്ടുള്ള ഒരു ലേഡിയുടെ വാലറ്റ് ആണ് ഈ കാണിക്കുന്നത്. 1,750,000 രൂപയാണ് അവർ വാങ്ങിയിരിക്കുന്ന വരുമാനം. അപ്പൊ സ്ത്രീകൾക്ക് പോലും 1 കോടി രൂപ വാങ്ങാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഈ ബയോട്ടോറിയം എന്ന് നമുക്ക് പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ നമുക്ക് സാധിക്കണം. അപ്പൊ കേരളത്തിൽ തന്നെ ഏതാണ്ട് 11ഓളം വ്യക്തികൾ 1 CR എബോവ് അച്ചീവ് ചെയ്തിട്ടുണ്ട്. ഏതാണ്ട് ഈ വർഷം തന്നെ ഏതാണ്ട് വീണ്ടും ഒരു 10ഓളം മുംബൈസ് 1 CR അച്ചീവ് ചെയ്യാൻ സാധ്യതയുള്ള ആൾക്കാരാണ്. ഇവിടെ ലേഡീസിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഇത് നേഹ എന്ന് പറയുന്ന ഒരു മാഡമാണ്. അവര് മഹാരാഷ്ട്രക്കാരിയാണ്. ഇവർക്ക് ജന്മനാലെ 2 കണ്ണും കാണില്ല എന്നാ പറയുന്നത്. പക്ഷെ ഈ ബയോട്ടോറിയത്തിലൂടെ കഴിഞ്ഞ വർഷം ഇവരുടെ ഈ പിക്ക് വരുന്ന സമയത്ത് 1.5 കോടി രൂപ ഇവർ ഏൺ ചെയ്ത് കഴിഞ്ഞു എന്നാ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ എന്താണെങ്കിലും ഒരു 2.5 കോടി രൂപ ഏൺ ചെയ്തിട്ടുണ്ടാവും എന്നുള്ളതാണ്. അപ്പൊ 2 കണ്ണുമില്ലാത്ത ആ നേഹ മേഡമിന് പോലും ഈ രീതിയിൽ ഒരു ക്രോർപതി ആകാൻ ഈ ബയോട്ടോറിയത്തിലൂടെ സാധിച്ചെങ്കിൽ വേറെ ഏത് കമ്പനിയിൽ ഇത് സാധ്യമാകും? അത് ഈ ബയോട്ടോറിയത്തിൽ മാത്രമേ ഇത് സാധ്യമാകുള്ളൂ എന്നുള്ളതാണ്. ഇനി മറ്റൊരാളുടെ വാലറ്റ് ആണ് ഞാൻ ഇപ്പുറത്ത് കാണിച്ചിരിക്കുന്നത്. നമ്മൾ ലാപ്ടോപ്പിൽ നോക്കുമ്പോൾ ഈ രീതിയിലാണ് നമ്മുടെ വാലറ്റ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഓരോ വരുമാനവും അതിനകത്ത് കാണിച്ചിട്ടുണ്ട്. അദ്ദേഹം ഏതാണ്ട് 4.5 കോടി രൂപയാണ് ഈ പറയുന്ന കമ്പനിയിൽ നിന്ന് വാങ്ങിയിരിക്കുന്ന വരുമാനം. അപ്പൊ മിക്കവാറും ഇയാൾ ഒരു തുടക്കക്കാരനായിരിക്കാം. ഇത് ആരുടെയാണ് എന്താണെന്നൊന്നും പേരൊന്നും ഇതിനകത്ത് പബ്ലിഷ് ചെയ്തിട്ടില്ല. ഇത് നമ്മുടെ കമ്പനിയുടെ PDF വന്ന ഒരു വാലറ്റ് ആണ്. അപ്പൊ ഈ രീതിയിൽ കോടികൾ ഏൺ ചെയ്യുക എന്നുള്ള ഒരു പ്ലാൻ മാത്രമല്ല കമ്പനി നമുക്ക് തന്നിരിക്കുന്നത്. 100% കോടികൾ ഏൺ ചെയ്യാൻ സാധിക്കും എന്നത് നമ്മൾക്ക് ഈ പറയുന്ന ആൾക്കാരിലൂടെ നമുക്ക് ബോധ്യപ്പെടുത്താൻ സാധിക്കും എന്നുള്ളത്. അപ്പൊ 300-ൽ കൂടുതൽ വ്യക്തികളെ കഴിഞ്ഞ 4.5 വർഷം കൊണ്ട് 1 കോടി രൂപക്ക് മുകളിൽ വരുമാനം വാങ്ങാൻ അവർക്ക് സാധിച്ചിട്ടുണ്ടെന്നാണെങ്കിൽ അത് തീർച്ചയായിട്ടും നമ്മുടെ ഓപ്പർച്യൂണിറ്റിയുടെ ഒരു സാധ്യത തന്നെയാണ്. ഏതൊരു വ്യക്തിക്കും ഈ പറയുന്ന പ്രസ്ഥാനത്തിലൂടെ സ്റ്റിക്ക് ഓൺ ചെയ്ത് ഈ പ്രസ്ഥാനത്തെ വിശ്വസിച്ച് ഈ പ്രസ്ഥാനത്തിൽ നിൽക്കുന്ന ഓരോ വ്യക്തികൾക്കും ഇതിൽ കോടീശ്വരനാകാൻ സാധിക്കുന്നു. മാത്രമല്ല അവർക്ക് സാമ്പത്തിക സ്വാതന്ത്ര്യം ഉണ്ടാക്കാനും ഞാൻ നേരത്തെ ആദ്യം സൂചിപ്പിച്ച പോലെ സ്വന്തമായിട്ട് ഒരു വീട് വെക്കാനും നല്ല വിദ്യാഭ്യാസം കൊടുക്കാനും നല്ല ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യാനും നല്ല വാഹനങ്ങളിൽ യാത്ര ചെയ്യാനും. ഈ നല്ല വാഹനങ്ങളിൽ യാത്ര ചെയ്യുക എന്ന് പറയുന്നത് അതിനകത്തുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ജീവന്റെ സുരക്ഷയും. ഇവിടെ 1 ലക്ഷം രൂപ കൊടുത്താൽ നമുക്ക് നാനോ കാർ കിട്ടും, 2 ലക്ഷം രൂപ കൊടുത്താൽ മാരുതി കാർ കിട്ടും. പക്ഷെ ഈ വാഹനങ്ങളൊക്കെ തമ്മിൽ കൂട്ടിയിടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അകത്തിരിക്കുന്ന ആൾക്കാരുടെ പൊടി പോലും ഉണ്ടാവില്ല. അപ്പൊ കൂടുതൽ ലക്ഷങ്ങളും കോടികളും കൊടുത്തിട്ട് നമ്മൾ വാങ്ങുന്ന കാറുകൾക്ക് അതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ ജീവന്റെ സെക്യൂരിറ്റിയാണ്. ഒരു ബെൻസ് കാറ് ഒരു അപകടത്തിൽപ്പെട്ടാൽ അതിനകത്ത് യാത്ര ചെയ്യുന്ന ഒരാൾക്ക് പോലും ഒരു പോറൽ പോലും ഏൽക്കൂല. അതിനുവേണ്ടിയാണ് അവർ അത്രയും പണം വാങ്ങുന്നത്. അപ്പൊ അതാണ് ഞാൻ നല്ല കാർ എന്ന് ഉദ്ദേശിച്ചതിന്റെ ഒരു കാര്യം ഇതാണ്. അപ്പൊ നമ്മൾ ഇന്ന് ഇത്രയും എന്താ പറയുന്നത് വളരെ ട്രാഫിക് ഉള്ള ഒരു എൻവയോൺമെന്റിലാണ് നമ്മൾ ജീവിക്കുന്നത്. എപ്പോ വേണമെങ്കിലും ഒരു അപകടമൊക്കെ നമുക്ക് സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ അപകടം സംഭവിച്ചാൽ പോലും നമ്മുടെ ജീവൻ നമുക്ക് നഷ്ടപ്പെടരുത്. അത്തരത്തിലുള്ള ഒരു വാഹനമൊക്കെ നമുക്ക് വാങ്ങണമെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലെയുള്ള കോടികൾ നമുക്ക് വരുമാനം കിട്ടണമെങ്കിൽ ആ വാഹനങ്ങൾ അതുപോലത്തെ വാഹനങ്ങൾ നമ്മൾ വാങ്ങണമെങ്കിൽ തീർച്ചയായിട്ടും ഈ ബയോട്ടോറിയം പോലുള്ള ഒരു പ്രസ്ഥാനത്തിലൂടെ മാത്രമേ അത് സാധ്യമാകൂ എന്നുള്ളത് പറയാനാണ് ഞാനത് ഉദ്ദേശിച്ചത്. ഇവിടെ ഇപ്പൊ കാണുന്നത് നമ്മളെ സംബന്ധിച്ച് സർപ്രൈസ് ബോണസ് ആണ്. ഈ സർപ്രൈസ് ബോണസിനെ കുറിച്ച് ഇന്ന് പല ആൾക്കാരും മിക്കവാറും 90% ആൾക്കാർ ഇത് മറന്നിരിക്കണേ. ഇങ്ങനെ ഒരു വരുമാനവും കൂടി നമ്മൾക്ക് ഇതിന്റെ ഈ പറയുന്ന മദർ പ്ലാനിൽ ഉണ്ടെന്നുള്ളതാണ്. കാരണം ഇന്ന് ആരും തന്നെ പിക്കപ്പ് സെന്ററുകൾ പ്രൊമോട്ട് ചെയ്യുന്നില്ല. എനിക്ക് തോന്നുന്നത് മനോജ് സാറൊക്കെ ഏതാണ്ട് 10 ലക്ഷം രൂപക്കുള്ളിലാണ് അദ്ദേഹം പിക്കപ്പ് സെന്ററിൽ വരുമാനം മാത്രം വാങ്ങിയിരിക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പോ വളരെ വലിയൊരു വരുമാനമാണ് പിക്കപ്പ് സെന്റർ വരുമാനം എന്ന് പറയുന്നത്. നമ്മുടെ ലെഫ്റ്റിലും റൈറ്റിലും 2 പിക്കപ്പ് സെന്ററുകൾ വന്നു കഴിഞ്ഞാൽ ആ അത്രയും തുക ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് അയാൾക്ക് ഇട്ടെറിഞ്ഞിട്ട് പോകാൻ സാധിക്കൂല. അദ്ദേഹം എന്താണെങ്കിലും ഈ ബിസിനസ് നന്നായിട്ട് ചെയ്യാൻ ശ്രമിക്കും എന്നുള്ളതാണ്. അപ്പൊ നമ്മൾക്ക് നല്ല രീതിയിൽ ബിസിനസ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരാ നമ്മൾക്ക് ഈ രീതിയിൽ അവരുടെ എന്താ പറയുന്ന അവരുടെ ബിസിനസ് സ്മൂത്ത് ആയിട്ട് റൺ ചെയ്യാൻ വേണ്ടി ഓൺ ദ സ്പോട്ടിൽ പ്രൊഡക്റ്റ് കൊടുത്തുകൊണ്ട് നമുക്ക് കാര്യങ്ങൾ
നല്ല ഭംഗിയായിട്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളതാണ്. അപ്പൊ 50,000 രൂപ മുടക്കുന്ന ഒരു വ്യക്തിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു പിക്കപ്പ് സെന്റർ എടുക്കാൻ സാധിക്കും. അങ്ങനെ നിങ്ങളുടെ 50,000 PV നിങ്ങളുടെ ടീമിൽ ഒരു വ്യക്തിയാണ് അത് എടുക്കണമെങ്കിൽ നിങ്ങൾക്ക് സർപ്രൈസ് ബോണസ് എന്ന് പറഞ്ഞുകൊണ്ട് ഏതാണ്ട് 400 PV ആയിരിക്കും നിങ്ങൾക്ക് അവിടെ ക്യാരി ഫോർവേഡ് ആയിട്ട് വരുന്നത്. അത് ലെഫ്റ്റ് റൈറ്റ് എന്നാണോ മാച്ച് ചെയ്യുന്നത്, അങ്ങനെ 400 PV മാച്ച് ചെയ്യുമ്പോൾ സർപ്രൈസ് ബോണസ് നിങ്ങൾക്ക് കിട്ടുന്നത് 3,520 രൂപയാണ്. ഇനി 1,00,000 രൂപയുടെ ഒരു പിക്കപ്പ് സെന്റർ ആണ് ഒരു വ്യക്തി എടുക്കണമെങ്കിൽ അദ്ദേഹം ആ പിക്കപ്പ് സെന്റർ എടുക്കുമ്പോൾ നമുക്ക് 800 മാച്ചിങ് പോയിന്റ് ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പോ 800 PV ലെഫ്റ്റ് റൈറ്റ് മാച്ച് ചെയ്താല് 7,040 രൂപയായിരിക്കും നിങ്ങൾക്ക് സർപ്രൈസ് ബോണസ് കിട്ടുന്നത്. 2,00,000 രൂപയുടെ ഒരു പിക്കപ്പ് സെന്റർ ആണ് നിങ്ങൾ ആരെക്കൊണ്ടെങ്കിൽ എടുപ്പിക്കണമെങ്കിൽ അതിന് നമുക്ക് കിട്ടുന്നത് 1000 പോയിന്റ് ആണ്. എന്ന് പറഞ്ഞാൽ അത് മാച്ച് ചെയ്താൽ 8,800 രൂപയും. എന്ന് പറഞ്ഞാൽ സർപ്രൈസ് ബോണസ് ഒരു കട്ട് ഓഫിൽ 8,800 രൂപയും ഒരു ദിവസം 17,600 രൂപ വരുമാനം മേടിക്കാം. നമ്മുടെ അവയർനെസ് ബോണസ് പോലെ തന്നെ 17,600 രൂപ പെർ ഡേ ഇൻകം മേടിക്കാൻ പറ്റുന്ന ഒരു കോൺസെപ്റ്റ് ആണ്, അല്ലെങ്കിൽ ഒരു പ്ലാൻ ആണ് സർപ്രൈസ് ബോണസ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ടീമില് ബിസിനസ് കറക്റ്റ് ആയിട്ട് നടക്കണം, ഫാസ്റ്റ് ആയിട്ട് നടക്കണമെങ്കിൽ തീർച്ചയായിട്ടും പ്രൊഡക്റ്റിന്റെ അവൈലബിലിറ്റി വേണം. അപ്പൊ നമ്മുടെ കയ്യിൽ പിക്കപ്പ് സെന്ററുകൾ ഉണ്ടെങ്കിൽ മാത്രമേ ആ കാര്യങ്ങൾ നമുക്ക് ഭംഗിയായിട്ട് ചെയ്യാൻ നമുക്ക് സാധിക്കുള്ളൂ. ടീം റീപർച്ചേസ് ആണ് ഇനി നമ്മളുടെ പ്ലാൻ. അത് മന്ത്ലി നമ്മൾ മിനിമം 0.25 PV ആണ് നമ്മൾ പർച്ചേസ് ചെയ്യേണ്ടത്. അത് നിർബന്ധമാണ്. അതിനകത്ത് വിട്ടുവീഴ്ച എന്ന് പറഞ്ഞ സംഭവം ഇല്ല. ഇതിൽ ജോയിൻ ചെയ്യുന്ന ഏതൊരു വ്യക്തിയും, അതിൽ ക്വാളിഫൈ ചെയ്യാത്ത ആൾക്കാർക്ക് മാത്രം നിർബന്ധമല്ല, ക്വാളിഫൈ ചെയ്തിട്ടുള്ള എല്ലാ വ്യക്തികളും ഈ പറയുന്ന 0.25 PV മിനിമം ഒരു മാസം റീപർച്ചേസ് ചെയ്തിരിക്കണം. അങ്ങനെ നമ്മൾക്ക് റീപർച്ചേസ് ചെയ്യാനായിട്ട് ഇന്ന് 50ഓളം പ്രൊഡക്റ്റുകൾ അവൈലബിൾ ആണ്. ഇതിൽ വളരെ പ്രധാനപ്പെട്ട ചില പ്രൊഡക്റ്റ് മാത്രമാണ് ഞാൻ പറയുന്നത്. അതിൽ നമുക്ക് അൾട്രാബെറി എന്ന് പറയുന്നത് 1,600 രൂപ കൊടുത്തു കഴിഞ്ഞാൽ 0.25 PV നമുക്ക് കിട്ടും. മോർ പവർ 2,000 രൂപയാണ്. ഇതുപോലെ പ്രീമിയം മോർ പവർ ആണ്, 30 ഗ്രാമിന്റെ 3 ബോട്ടിൽ നമുക്ക് കിട്ടും. അതേപോലെ തന്നെ പ്ലാന്റ് ബേസ്ഡ് സപ്ലിമെന്റ് ആണെങ്കിൽ പെർ ബോട്ടിൽ 2,200 രൂപയാണ്. നമുക്ക് ഏത് 10ഓളം പ്ലാന്റ് ബേസ്ഡ് സപ്ലിമെന്റ് ഉണ്ട്, ഏത് വേണമെങ്കിലും നമുക്ക് എടുക്കാം. അതല്ല ഗിർ പശുവിന്റെ നെയ്യാണ് നമ്മൾ ഉദ്ദേശിക്കണമെങ്കിൽ 2,400 രൂപ കൊടുത്താല് ഇന്ന് മിക്കവാറും ആൾക്കാർ വീട്ടിൽ ഈ പറയുന്ന നെയ്യും കാര്യങ്ങളൊക്കെ വാങ്ങുന്നതാണ്. അപ്പൊ അത് ഗിർ പശുവിന്റെ നെയ്യാണെങ്കിൽ തീർച്ചയായിട്ടും അത് വളരെ ഔഷധ ഗുണമുള്ളതാണ്. നമ്മളുടെ ശരീരത്തിന് വളരെയേറെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മുടെ കുട്ടികളുടെയൊക്കെ ഐക്യു വർദ്ധിക്കാനും ബുദ്ധിശക്തി വർദ്ധിക്കാനൊക്കെ ഈ നെയ്യ് വളരെ നല്ലതാണെന്നുള്ളതാണ്. ഇനി സിലിക്കോൺ റിസ്റ്റ് ബാൻഡ് വിത്ത് നമ്മുടെ ഒരു ലേഡീസിന്റെ റിംഗ് ആണെങ്കിൽ അതിന് നമുക്ക് വരുന്നത് 1,600 രൂപയാണ്. വാട്ടർ എനർജി പാഡ് വിത്ത് ലേഡീസിന്റെ ഒരു റിംഗ് ആണെങ്കിൽ 1,600 രൂപയാണ്. അതേപോലെ തന്നെ 6 പീസ് സോപ്പും ഒരു ലേഡീസ് റിംഗ് ആണെങ്കിൽ നമുക്ക് 1,600 രൂപയായിരിക്കും അതിന് വരുന്നത്. അതേപോലെ തന്നെ സോറി, ഞാൻ ഇടയ്ക്ക് സ്ക്രീൻ ഷെയർ ചെയ്യാൻ മറന്നു. അടുത്തത് നമ്മൾക്ക് ഈ പറയുന്ന പോലെ തന്നെ എന്താ പറയുന്നത്, മോർ പവർ വിത്ത് ജെൻസിന്റെ ഒരു റിംഗ് ആണ്. അത് 1,500 രൂപക്ക് നമുക്ക് കിട്ടും. അതേപോലെ തന്നെ മോർ പവർ വിത്ത് ലേഡീസ് റിംഗ് ആണെങ്കിലും അത് 1,500 രൂപയാണ്. ടീഷർട്ട് നമുക്ക് പെർ ടീഷർട്ട് 1,200 രൂപയാണ്. അതുപോലെ തന്നെ ജെൻസിന്റെ റിംഗ് മാത്രമായിട്ട് നമുക്ക് വാങ്ങാൻ കിട്ടും, അതിന് 1,300 രൂപയാണ്. ലേഡീസിന്റെ റിംഗ് മാത്രമായിട്ട് നമുക്ക് വാങ്ങാൻ കിട്ടും, അത് 1,100 രൂപയാണ്. ഷർട്ട് നമുക്ക് വാങ്ങാൻ കിട്ടും 1,600 രൂപയാണ്. അപ്പൊ ഇതുപോലെ 40-50ഓളം പ്രൊഡക്റ്റുകൾ ഉണ്ട്. അത് നമ്മള് ആ പ്രൊഡക്റ്റ് റിക്വസ്റ്റ് കൊടുക്കുന്ന സമയത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള പ്രൊഡക്റ്റ് വാങ്ങാൻ സാധിക്കും. ഏതാണ്ട് ഈ മാസം അവസാനത്തോടു കൂടി തന്നെ ഏതാണ്ട് 200ഓളം പ്രൊഡക്ട്സ് കമ്പനി ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. എന്താണെങ്കിലും ഈ വർഷം കഴിയുമ്പോൾ ചുരുങ്ങിയത് ഒരു 3,000 പ്രൊഡക്ട്സ് എങ്കിലും നമ്മൾക്ക് ഇതിനകത്തേക്ക് വരും എന്നുള്ളതാണ്. അപ്പൊ നിത്യോപയോഗ സാധനങ്ങൾ വരെ ഇതിലേക്ക് ആഡ് ചെയ്യും എന്നാണ് കമ്പനി പറയുന്നത്. അപ്പൊ അതിന് നമുക്ക് പ്രത്യേകിച്ച് ഒരു ബഡ്ജറ്റിന്റെ ആവശ്യമില്ല. നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള അത്രയും കാര്യങ്ങൾ നമുക്ക് വാങ്ങാം. ഈ സോപ്പൊക്കെ ഞാൻ ഉപയോഗിച്ചതാണ്, വളരെ നല്ലതാണ്. ഡ്രൈ സ്കിൻ ഉള്ള ആൾക്കാർക്ക് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു സോപ്പാണ്. ഒരിക്കലും നമ്മുടെ സ്കിൻ ഡ്രൈ ആവില്ല, നല്ല മോയ്സ്ചറൈസിങ് ആണ്. പിന്നെ ഇതിനകത്ത് കെമിക്കൽ കണ്ടന്റ് ഇല്ലാത്തത് കൊണ്ട് അത് പെട്ടെന്ന് അലിയാനുള്ള ചാൻസസ് ഉണ്ടാവും. അതേപോലെ തന്നെ കളർ ഉണ്ടാവില്ല, കാരണം ഇത് ഹാൻഡ് മെയ്ഡ് സോപ്പ് ആയതുകൊണ്ടാണ് ആ രീതിയിൽ കളറ് കാര്യങ്ങളൊന്നും നമുക്ക് ആഡ് ചെയ്യാൻ പറ്റാത്തതിന്റെ ഒരു കാര്യം. പക്ഷെ നല്ല സോപ്പാണ്. അപ്പൊ ആ സോപ്പും നമ്മൾക്ക് വേണമെങ്കിൽ വാങ്ങിച്ച് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഡ്രൈ സ്കിന്നൊക്കെ ഉള്ള ആൾക്കാർക്ക് വളരെ നല്ലൊരു സോപ്പാണ്. അപ്പൊ ഇവിടെ നമ്മുടെ ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത് മിനിമം നമ്മൾ ഒരു മാസം 0.25 MPV പർച്ചേസ് ചെയ്യുക. അങ്ങനെ 0.25
MPV ലെഫ്റ്റ് റൈറ്റ് മാച്ചിങ് സംഭവിച്ചാൽ അപ്പൊ തന്നെ നമ്മൾക്ക് 187 രൂപ 50 പൈസ കമ്പനി എന്ത് ചെയ്യും, പേ ഔട്ട് തരും എന്നുള്ളതാണ്. അല്ലാണ്ട് ഇത് 100 PV ആകണ്ട. ഇത് ഏത് സമയത്തും ഇത് മാച്ചിങ് നടക്കുന്ന ആ സമയത്തൊക്കെ തന്നെ നിങ്ങളുടെ ഈ പറയുന്ന റീപർച്ചേസ് ഇൻകം നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കും എന്നുള്ളതാണ്. അപ്പൊ ജൂലൈ 1-ാം തീയതി മുതൽ വളരെ നിർബന്ധമായിട്ട് നമ്മൾ ഇത് ചെയ്യണം. അങ്ങനെ ചെയ്താൽ മാത്രമാണ് എന്ത് പറ്റുന്നത്, നമ്മുടെ LRP പോയിന്റ് കമ്പനിക്ക് സംരക്ഷിക്കാൻ സാധിക്കുള്ളൂ. അപ്പൊ ഇതിനകത്ത് കമ്പനി പറയുന്നത് ടിൽ യുവർ ആക്ടിവേഷൻ ഡേറ്റ് ഓൾ LRP മന്ത്ലി റീപർച്ചേസ് വിൽ ബി പ്രൊട്ടക്റ്റഡ് ബൈ ദ കമ്പനി സിസ്റ്റം. അപ്പൊ ഒരുപക്ഷെ നമ്മളുടെ ഈ പറയുന്ന ഡേറ്റ് ആക്ടിവേഷൻ ഡേറ്റിലാണല്ലോ നമ്മൾ ഇത് ചെയ്യേണ്ടത്. സെൽഫ് റീപർച്ചേസ് ടു ബി ഡൺ ഓൺലി ഓൺ യുവർ ആക്ടിവേഷൻ ഡേറ്റ്. അപ്പോൾ നമ്മുടെ ആക്ടിവേഷൻ ഡേറ്റ് 25-ാം തീയതി ആണെങ്കിൽ ആ 25-ാം തീയതി വരെ അതിക്ക് മുമ്പ് വരുന്ന എല്ലാ എന്താ പറയുന്നത് റീപർച്ചേസ് PV ആണെങ്കിലും LRP പോയിന്റ് ആണെങ്കിലും സിസ്റ്റം സംരക്ഷിക്കപ്പെടും. പക്ഷെ 25-ാം തീയതി രാത്രി 11:58 മുമ്പായിട്ട് നിങ്ങൾ റീപർച്ചേസ് ചെയ്തില്ല എന്നാണെങ്കിൽ അതുവരെ വന്നിരിക്കുന്ന എല്ലാ PVയും ഫ്ലഷ് ഔട്ട് ആയി പോകും, എല്ലാ LRP പോയിന്റും ഫ്ലഷ് ഔട്ട് ആയി പോകും എന്നുള്ളത്. അപ്പൊ അത് നമ്മൾ ശ്രദ്ധിക്കുക. നമ്മുടെ ആക്ടിവേഷൻ ഡേറ്റ് എന്നാണെന്ന് നമ്മുടെ സൈറ്റ് ഓപ്പൺ ചെയ്ത് നോക്കിയാൽ അതിനകത്ത് നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെ ആക്ടിവേഷൻ ഡേറ്റ്, രജിസ്ട്രേഷൻ ഡേറ്റ് അല്ല, ആക്ടിവേഷൻ ഡേറ്റ് എന്നാണെന്ന് നമ്മൾ നോക്കുക. ആ ഡേറ്റിന് തന്നെ നമ്മളുടെ ഈ പറയുന്ന റീപർച്ചേസ് ചെയ്യാനായിട്ട് എല്ലാവരും തയ്യാറാകുക. അപ്പൊ 28-ാം തീയതി ആണ് നിങ്ങളുടെ ഡേറ്റ് എങ്കിൽ ആ എല്ലാ മാസവും 28-ാം തീയതി തന്നെ ആയിരിക്കണം നിങ്ങൾ റീപർച്ചേസ് ചെയ്യേണ്ടത്. അങ്ങനെ റീപർച്ചേസ് നിങ്ങൾ ചെയ്യാൻ തയ്യാറല്ലെങ്കിൽ സംഭവിക്കുന്നത് അവയർനെസ് ആൻഡ് ഫാമിലി ബോണസ് ടെമ്പററിലി ഹോൾഡ് ചെയ്യപ്പെടും. അപ്പൊ റീപർച്ചേസ് ചെയ്യാത്ത ആൾക്കാരുടെ മദർ ഇൻകം ടെമ്പററിലി ഹോൾഡ് ചെയ്യപ്പെടും. എപ്പോഴാണോ നിങ്ങൾ റീപർച്ചേസ് ചെയ്യുന്നത് അതിന്റെ പിറ്റേ ആഴ്ചയുള്ള പേ ഔട്ടിൽ അത് റിലീസ് ചെയ്യപ്പെടും. ഇത് സിസ്റ്റമാണ് ചെയ്യുന്നത്. അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കുക. നമ്മുടെ മദർ ഇൻകവും അതുപോലെ തന്നെ അവയർനെസ് ബോണസും ഫാമിലി ബോണസും ബ്ലോക്ക് ആകാതെ ഇരിക്കണമെങ്കിൽ മിനിമം 1100 രൂപയുടെ റീപർച്ചേസ് എങ്കിലും നമ്മൾ ഒരു മാസം ചെയ്തിരിക്കുക. ഇങ്ങനെ 1 ലക്ഷം രൂപ താഴെ വരുമാനം വാങ്ങിയിട്ടുള്ള വ്യക്തികൾ ഈ മാസം റീപർച്ചേസ് ചെയ്യുമ്പോൾ അവർക്ക് കമ്പനി ഒരു ഓഫർ വെച്ചേക്കണത് ഇതാണ്. 10700 രൂപയുടെ പ്രീമിയം മാട്രസ് 10700 രൂപ കൊടുക്കണ്ട, ഏതാണ്ട് 6500 രൂപ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഈ പറയുന്ന മാട്രസ് സ്വന്തമാക്കാം. ഏതാണ്ട് 4200 രൂപയായിരിക്കും അവർക്ക് അതിൽ പ്രോഫിറ്റ് കിട്ടുന്നത്. അപ്പൊ നമ്മൾ സ്വന്തമായിട്ട് ഒരു പ്രീമിയം മാട്രസ് ഒക്കെ വാങ്ങണമെന്ന് ആഗ്രഹിച്ചിരിക്കുന്ന ആൾക്കാർ 10700 രൂപ ഇല്ല എന്ന് വിചാരിച്ച ആൾക്കാർക്ക് വേണമെങ്കിൽ ഒരു ഈ പറയുന്ന റീപർച്ചേസ് PV ചെയ്തുകൊണ്ട് നമുക്ക് 6500 രൂപക്ക് ഈ പറയുന്ന എമൗണ്ട് ഈ പറയുന്ന മാട്രസ് നമുക്ക് സ്വന്തമാക്കാം. പക്ഷെ ഇതിന്റെ പ്രൊമോ കോഡിന് 48 മണിക്കൂറേ വാലിഡിറ്റി ഉണ്ടാവുള്ളൂ. നമ്മളിങ്ങനെ ചെയ്യുന്ന വ്യക്തികൾക്ക് ഒരു പ്രൊമോ കോഡ് തരുന്നുണ്ട്. ആ പ്രൊമോ കോഡ് വെച്ചിട്ടാണ് നമ്മൾ ഇത് കമ്പനിയിൽ നിന്ന് 6500 രൂപക്ക് പർച്ചേസ് ചെയ്യുന്നത്. അത് നമ്മൾ 48 മണിക്കൂറിനുള്ളിൽ ചെയ്തില്ലെങ്കിൽ ഈ ഓഫർ നമുക്ക് നഷ്ടപ്പെടും എന്നുള്ളതാണ്. അപ്പൊ അതിന് ടൈമിങ് കമ്പനി പറയുന്നുണ്ട്. ആ ടൈം അനുസരിച്ച് നമ്മൾ പർച്ചേസ് ചെയ്യുക എന്നുള്ളതാണ്. ഇത് നമ്മൾ റീപർച്ചേസ് മിനിമം 2.5 PV 0.25 MPV നമ്മൾ PV ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലെഫ്റ്റിലും റൈറ്റിലും വരുന്ന അതാത് മാസങ്ങളിൽ വരുന്ന റീപർച്ചേസിന്റെ ഇൻകം നമ്മൾക്ക് കിട്ടും. അത് പരമാവധി മാക്സിമം ഒരു സൈക്കിളിൽ 100 PV ആണ് എന്ന് പറഞ്ഞാൽ 63,000 രൂപയാണ് ഒരു സൈക്കിളിൽ നമ്മൾക്ക് കിട്ടുന്ന വരുമാനം. അങ്ങനെ 2 സൈക്കിളിലായിട്ട് നമ്മൾക്ക് 1,26,000 രൂപയായിരിക്കും ഒരു ദിവസത്തെ വരുമാനം എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ 0.25 MPVക്ക് 187 രൂപ 50 പൈസയാണ്. മാക്സിമം 100 PVക്ക് 63,000 രൂപയാണ്. പവർ ടീം ക്യാരി ഫോർവേഡ് ആയിരിക്കും. അപ്പൊ ഇത് വലിയൊരു നേട്ടമാണ്. എന്ന് പറഞ്ഞാല് നമ്മൾക്ക് ഒരു സൈഡ് ടീം നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്, അവിടെ ആൾക്ക് റീപർച്ചേസ് ചെയ്യുന്നുണ്ട്. ഇപ്പുറത്ത് ആ പറയുന്ന PV എല്ലാം തന്നെ ക്യാരി ഫോർവേഡ് ആയിരിക്കും എന്നുള്ള ഒരിക്കലും നമുക്ക് ആ PV നഷ്ടപ്പെട്ടു പോകില്ല എന്നുള്ളതാണ്. റീപർച്ചേസിൽ ഇതുപോലത്തെ ഒരു പ്ലാൻ ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. കാരണം ക്യാരി ഫോർവേഡ് ചെയ്യുക എന്നുള്ളത് 30-ാം തീയതി അതിന്റെ ഇൻകം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒരു PV പോലും അവിടെ ബാക്കി ഉണ്ടാവില്ല എന്നുള്ളത്. പിന്നെ പിറ്റേ മാസം പുതിയ PV വന്നാൽ മാത്രമേ സാധാരണ എല്ലാ കമ്പനിയിലും നമുക്ക് വരുമാനം കിട്ടുള്ളെങ്കിൽ ഇവിടെ നേരെ നമ്മൾക്ക് അനുകൂലമായിട്ടാണ് ഏതൊരു വ്യക്തിക്കും ആ റീപർച്ചേസ് ഇൻകം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി പവർ സൈഡ് ക്യാരി ഫോർവേഡ് ചെയ്യപ്പെടും എന്നുള്ളതാണ്. അപ്പൊ ഇതെല്ലാം ഒരു അഡ്വാൻറ്റേജ് ആണ്. ഇത്രയും എന്താ പറയുന്നത് ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് അനുകൂലമായിട്ട് കമ്പനി ചെയ്യുന്ന ഓരോ കാര്യങ്ങളാണ്. ഇതൊക്കെ വേണമെങ്കിൽ കമ്പനിക്ക് ഇല്ല വേണ്ടാന്ന് വെക്കാം. മനസ്സിലായില്ലേ? കമ്പനിക്ക് ഇതൊക്കെ വേണ്ടാന്ന് വെച്ചിട്ട് കമ്പനിക്ക് ലാഭം ഉണ്ടാക്കാം. പക്ഷെ നമുക്കറിയാം വർഷങ്ങളായിട്ട് കഴിഞ്ഞ 4.5 വർഷമായിട്ട് സാഗർ ജോഷി സാറിന് അറിയുന്ന വ്യക്തിക്ക് അറിയാം ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് മാക്സിമം പേ ഔട്ട് കൊടുക്കണമെന്ന് ആഗ്രഹമുള്ള ഒരു MD ആണ്.
അപ്പൊ അത്തരത്തിലുള്ള ഒരു കമ്പനിയിലാണ് നമ്മൾ നിൽക്കണമെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഇനി നമ്മൾക്ക് ഒരു ചെറിയൊരു കാൽക്കുലേഷൻ ആണ് നമ്മുടെ വിനോദ് സാറിന്റെ മനസ്സിൽ ഉദിച്ച ഒരു കാൽക്കുലേഷൻ ആണിത്. പെർ ഇയർ ടോട്ടല് നമുക്ക് വരുന്ന സൈക്കിൾ എന്ന് പറയുന്നത് 730 സൈക്കിളാണ്. കാരണം ഒരു ദിവസം രണ്ടായിട്ടാണ് നമ്മൾ കാണുന്നത്. 12 മണിക്കൂർ കൂടുമ്പോഴാണ് ഒരു സൈക്കിൾ. ഇതിൽ നമ്മൾ ഒരു 100 സൈക്കിള് 100 PV നമുക്ക് വിൻ ചെയ്യാൻ സാധിച്ചാൽ 730 സൈക്കിളില് 100 സൈക്കിള് നമുക്ക് 100 PV വിൻ ചെയ്യാൻ സാധിച്ചാൽ 63 ലക്ഷം രൂപയായിരിക്കും നമുക്ക് കിട്ടുന്ന റീപർച്ചേസ് ഇൻകം മാത്രം. ഇനി അത് 100 സൈക്കിളിൽ പറ്റിയില്ല, 50 സൈക്കിളിൽ 100 PVയുടെ മാച്ചിങ് നമുക്ക് ചെയ്യാൻ സാധിച്ചാൽ 31,50,000 രൂപയായിരിക്കും നമ്മൾക്ക് കിട്ടുന്ന വരുമാനം. അത് തന്നെ നമ്മൾക്ക് 10 സൈക്കിളിലാണ് അത് ചെയ്യാൻ സാധിക്കുന്നതാണെങ്കിൽ എന്ന് പറഞ്ഞാൽ 730 സൈക്കിൾ നമുക്കുണ്ട്. അതിൽ വെറും 10 സൈക്കിള് 100 PV നമുക്ക് ചെയ്യാൻ സാധിച്ചാൽ 6,30,000 രൂപയായിരിക്കും നമ്മളുടെ ആ ഒരു വർഷത്തെ നമ്മളുടെ ഇൻകം, റീപർച്ചേസ് ഇൻകം മാത്രം. ഇനി അത് 5 സൈക്കിളിലെ പറ്റിയാണെങ്കിൽ 3,15,000 രൂപയായിരിക്കും. അപ്പൊ ഇവിടെ ഒരു ടീമിനെയാണ് നമുക്ക് ആവശ്യം. ഈ റീപർച്ചേസ് ഇൻകം നമുക്ക് കിട്ടണമെങ്കിൽ നമ്മളൊരു ടീമിനെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഒരു ടീമിനെ ക്രിയേറ്റ് ചെയ്യുന്നത് വഴിയാണ് ഈ റീപർച്ചേസ് ഇൻകം ഒക്കെ നമുക്ക് വാങ്ങാൻ സാധിക്കുന്നത്. ഫ്യൂച്ചർ ബെനിഫിറ്റ് എന്ന് പറയുന്നത് നമുക്ക് ചിന്തിക്കാൻ പറ്റാത്തതാണ്. ഇന്ന് ഓപ്പർച്യൂണിറ്റി ബേസ് ചെയ്തിട്ട് നമ്മൾ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെ കൊണ്ടുവന്ന് നാളെ ആ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെ നമ്മൾ ഡെവലപ്പ് ചെയ്ത് ഒരു 100 ആയി 1000 ആയി അങ്ങനെ ആയിരക്കണക്കിന് ആൾക്കാർ നമ്മുടെ ടീമിൽ ഉണ്ടെന്നാണെങ്കിൽ നമ്മൾക്ക് ഈ വരുമാനം എല്ലാം വെറുതെ ഈസി ആയിട്ട് നമുക്ക് വാങ്ങാൻ സാധിക്കുന്നതാണ്. ചിലപ്പോ ഓരോ മാസം 2 മാസം 3 മാസം കൂടുമ്പോഴൊക്കെ 1 കോടി രൂപ വാങ്ങാനുള്ള ഒരു സാഹചര്യത്തിലേക്കാണ്, അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്കാണ് നമ്മൾ ഓരോരുത്തരും നടന്ന് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. ഇന്ന് നേരത്തെ തങ്കമണി പറഞ്ഞ പോലെ ഒരുപാട് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഉണ്ടാവും. ഈ ബുദ്ധിമുട്ടൊക്കെ എല്ലാവരുടെയും ജീവിതത്തിലുള്ളതാണ്. ബുദ്ധിമുട്ടിനെ നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുത്ത് നിന്നിട്ടുണ്ടെങ്കിൽ ജീവിതത്തിൽ നമുക്ക് വിജയിക്കാൻ സാധിക്കില്ല. ജീവിതത്തിൽ നമുക്ക് വിജയിക്കണമെങ്കിൽ ഇതിനെയൊക്കെ അതിജീവിക്കുക, ഇതിനെയൊക്കെ കീറി മുറിച്ച് നമുക്ക് അപ്പുറത്തേക്ക് പോകാൻ സാധിക്കണം. ഏതൊരു സാഹചര്യത്തെ നമുക്ക് അതിജീവിക്കാൻ സാധിക്കും, അതിന് നമുക്ക് മനസ്സുണ്ടാവണമെന്ന് മാത്രമേ ഉള്ളൂ. ആ മനസ്സും പ്രവൃത്തിയും നമുക്ക് ഉണ്ടെന്നാണെങ്കിൽ തീർച്ചയായിട്ടും എല്ലാ പ്രശ്നങ്ങളെയും അതിജീവിച്ചുകൊണ്ട് നമ്മൾ ആഗ്രഹിക്കുന്ന ലൈഫ് സ്റ്റൈൽ, നമുക്ക് നല്ലൊരു ജീവിതം നമുക്ക് മുന്നോട്ട് നയിക്കാൻ നമുക്ക് സാധിക്കും എന്നുള്ളതാണ്. ഇവിടെ തായ്ലാന്റ് ടൂർ കമ്പനി പറയുന്നുണ്ട്, അതും ടൈം ലിമിറ്റ് ഇല്ലാണ്ട്. ഒരുപക്ഷെ ലോകത്ത് ഒരു മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് കമ്പനി പോലും ഇത് അനൗൺസ് ചെയ്തിട്ടുണ്ടാവില്ല. ഏതൊരു കമ്പനിക്കും ഒരു 2 മാസം 3 മാസം അല്ലെങ്കിൽ ഒരു 6 മാസം ഒക്കെ ആയിരിക്കും അവര് പറയുന്ന ഒരു ടൈം ലിമിറ്റ് എന്ന് പറയാം. അതിനുള്ളിൽ നമ്മൾ അച്ചീവ് ചെയ്യണം. ഈ ടൈം ലിമിറ്റ് വെക്കുമ്പോൾ തന്നെ എന്ത് പറ്റും, അതിൽ പങ്കെടുക്കാൻ തന്നെ ഒരുപാട് പേര് തയ്യാറാവില്ല. കാരണം നമ്മളെ പോലുള്ള പല ആൾക്കാരും, നല്ലൊരു ശതമാനം ആൾക്കാരും നമ്മൾ ഇത് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ തീരുമാനിച്ചോ ഇതൊന്നും എന്നെ കൊണ്ട് പറ്റണ കാര്യമില്ലെന്ന്. കാരണം നമ്മൾ അതിനുവേണ്ടി ഒരു വിരല് പോലും അനക്കാണ്ട് നമ്മൾ അവിടെ ഇരുന്നതിനെ തീരുമാനിച്ചാൽ ഇത് എന്നെ കൊണ്ട് പറ്റൂല എന്നുള്ളത്. പക്ഷെ ഇവിടെ അങ്ങനെ ചിന്തിക്കേണ്ട കാര്യമില്ല. കാരണം എന്താണ്, ഇതിന്റെ ടൈം ലിമിറ്റ് ഇല്ല. ഏതൊരു വ്യക്തിക്കും, എത്ര കഴിവ് കുറഞ്ഞ വ്യക്തിക്കും ഈ പറയുന്ന ടൂറ് വിൻ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. അത് 4 രാത്രി 5 ദിവസമാണ്, അതും 4 സ്റ്റാർ ഹോട്ടലിലാണ് നമ്മൾക്ക് ഈ പറയുന്ന താമസ സൗകര്യങ്ങളൊക്കെ കമ്പനി ഒരുക്കിയിട്ടുള്ളത്. അപ്പൊ ഇത് അച്ചീവ് ചെയ്യാനും നമ്മുടെ LRP പോയിന്റ് നിലനിർത്താൻ വേണ്ടിയാണ് കമ്പനി പറയുന്നത് നമ്മളുടെ ഈ പറയുന്ന റീപർച്ചേസ് നമ്മൾ മന്ത്ലി ചെയ്യണം എന്ന് പറയുന്നുണ്ട് ഒരു കാര്യം. ഇനി ഇതാണ് നമ്മളുടെ എന്താ പറയുന്നത് ക്രൈറ്റീരിയ. ഒരു 0 to 6 lakhs rupees വരുമാനം മേടിച്ചിട്ടുള്ള വ്യക്തികള് അവര് ചെയ്യേണ്ടത് 0.25 PV ആണ്. 15,000 LRP പോയിന്റ് വന്നു കഴിയുമ്പോൾ അവർക്ക് തായ്ലാന്റിലേക്ക് പറക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പൊ 15,000 പോയിന്റ് എന്തടിസ്ഥാനത്തിലാണ് കമ്പനി പോയിന്റ് തരുന്നത്? നിങ്ങൾ ഓരോ മാസവും വാങ്ങുന്ന വരുമാനം എന്ന് പറഞ്ഞാൽ അവയർനെസ് ബോണസ്, സൂപ്പർ ഫാമിലി ബോണസ്, സർപ്രൈസ് ബോണസ്, ഈ വരുമാനത്തിന്റെ 5% കമ്പനി നിങ്ങൾക്ക് LRP പോയിന്റ് ആയിട്ട് കണക്കാക്കുന്നത്. ഈ മാസം നിങ്ങൾ ഒരു 10,000 രൂപ വരുമാനം മേടിച്ചാൽ അതിന്റെ 5% എന്ന് പറയുന്നത് 500 LRP പോയിന്റ് ആയിരിക്കും നിങ്ങളുടെ വാലറ്റിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ആ 500 LRP പോയിന്റ് നിലനിർത്താനും അത് നമ്മൾക്ക് അത് 100% ക്യാരി ഫോർവേഡ് കിട്ടാൻ വേണ്ടിയാണ് ഈ പറയുന്ന 0.25 PV മിനിമം നമ്മൾ റീപർച്ചേസ് ചെയ്യണമെന്ന് പറയുന്നത്. ഇനി 6 ലക്ഷത്തിനും 10 ലക്ഷത്തിനും ഇടക്കുള്ള വ്യക്തികളാണെങ്കിൽ അവർക്ക് 30,000 LRP പോയിന്റ് ആണ്. 10 ലക്ഷത്തിനും 20 ലക്ഷത്തിനും ഇടക്കുള്ള വ്യക്തികളാണെങ്കിൽ 60,000 പോയിന്റ് ആണ്. 20 ലക്ഷത്തിനും 50 ലക്ഷത്തിനും ഇടക്കുള്ള വ്യക്തിക്കാണെങ്കിൽ 90,000 പോയിന്റ് ആണ്. 50 ലക്ഷത്തിനും 1 കോടിക്കും ഇടക്കുള്ള ഒരു വ്യക്തിയാണെങ്കിൽ 1.5 ലക്ഷം പോയിന്റ് ആണ് അവർക്ക് വേണ്ടത് ടൂർ പോകാനായിട്ട്. 1 കോടിക്ക് മുകളിലുള്ള വ്യക്തികൾക്ക് 2 ലക്ഷം പോയിന്റ് ആണ് ആവശ്യമായിട്ട് വരുന്നത്.
അങ്ങനെ നമ്മളൊരു LRP പോയിന്റ് വഴി നമ്മളൊരു ടൂറ് വിൻ ചെയ്തതിന് ശേഷം അതിൽ ബാക്കി വരുന്ന പോയിന്റ് കമ്പനി ക്യാരി ഫോർവേഡ് ചെയ്യും. എന്തിനു വേണ്ടി? അടുത്ത ട്രിപ്പിലേക്ക് വേണ്ടി അത് ക്യാരി ഫോർവേഡ് ചെയ്യും എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ ഒന്ന് ആലോചിക്കുക, ഒരു LRP പോയിന്റ് പോലും നമുക്ക് നഷ്ടപ്പെടില്ല. കൂടുതൽ വന്നു കഴിഞ്ഞാൽ അത് കമ്പനി ക്യാരി ഫോർവേഡ് 15,000 ഇപ്പൊ 15,000 പകരം 15,500 വന്നേക്കണം, അല്ലെങ്കിൽ 16,000 വന്നു, അല്ലെങ്കിൽ 17,000 വന്നു. ഈ പോയിന്റിൽ 15,000 മാറ്റിയിട്ട് ബാക്കി പോയിന്റുകളെല്ലാം തന്നെ കമ്പനി ക്യാരി ഫോർവേഡ് ചെയ്യും അടുത്ത ട്രിപ്പിന് വേണ്ടി. എന്ന് പറഞ്ഞാൽ ഈ ദുബായ് ട്രിപ്പിന് വേണ്ടി അങ്ങനെ ക്യാരി ഫോർവേഡ് ചെയ്യും എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ഈ ബയോടോറത്തിൽ എല്ലായിടത്തോളം കാലം നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓരോ പുതിയ രാജ്യങ്ങൾ കാണാനും ആസ്വദിക്കാനും ഒരു 5 പൈസ പോലും നമ്മൾ അതിനുവേണ്ടി ചെലവാക്കണ്ട എന്നുള്ളതാണ്. ഇവിടെ ഒരു മന്ത്ലി ആവറേജ് 1,100 രൂപയുടെ റീപർച്ചേസ് ചെയ്യുന്ന ഒരു വ്യക്തി മാക്സിമം 12 മാസം കൊണ്ട് അയാൾക്ക് ചെയ്യേണ്ടി വരുന്നത് 13,200 രൂപയുടെ റീപർച്ചേസ് ആണ്. അതല്ല, ഒരു ആവറേജ് 1,500 രൂപയുടെ റീപർച്ചേസ് ആണ് ഒരാൾ ചെയ്യണമെങ്കിൽ അയാൾക്ക് മാക്സിമം ചെയ്യേണ്ടി വരുന്നത് 18,000 രൂപയുടെ റീപർച്ചേസ് ആണ്. പക്ഷെ കമ്പനി ഇവിടെ ഓഫർ ചെയ്യുന്നത് 70,000 രൂപയുടെ തായ്ലാന്റ് ട്രിപ്പ് ആണെന്നുള്ളത് നമ്മൾ ആലോചിക്കണം. ഇന്ന് ചില ആൾക്കാർക്ക് ഈ പറയുന്ന ഇത് എല്ലാ മാസവും ചെയ്യണ്ടേ, 1,500 രൂപയുടെ ചെയ്യണ്ടേ, 1,100 രൂപയുടെ ചെയ്യണ്ടേ, അതിനുള്ള വരുമാനം എനിക്ക് കിട്ടിയിട്ടില്ല എന്നൊക്കെ പറയുന്ന വ്യക്തികൾക്ക് ഈ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. 70,000 രൂപയുടെ തായ്ലാന്റ് ട്രിപ്പാണ് കമ്പനി നമുക്ക് തരുന്നത്. ഈ 70,000ന്റെ പകുതി നമ്മൾ റീപർച്ചേസ് ചെയ്താലും നമുക്ക് നഷ്ടമില്ല എന്നുള്ളതാണ്. നമ്മൾ സ്വന്തമായിട്ടൊന്ന് പോകണമെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ, എന്തെല്ലാം ബുദ്ധിമുട്ടുകളുണ്ട്. ഇനി പോകണമെങ്കിൽ തന്നെ എത്ര രൂപ ചെലവാകും? 70,000 രൂപക്കൊന്നും നമുക്ക് ഈ പറയുന്ന സ്ഥലത്ത് പോയിട്ട് തിരിച്ചു വരാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോ ഇവിടെ നമ്മളത് മനസ്സിലാക്കുക. അത് മനസ്സിലാക്കി നമ്മൾ എല്ലാ മാസവും ഈ പറയുന്ന PV ചെയ്യാനായിട്ട് നമ്മൾ തയ്യാറാകും. ഇവിടെ ഓരോ സൂപ്പർ അവയർനെസ് ബോണസ്, ഫാമിലി ബോണസ്, ഇതിന് രണ്ടിനും ഒരേ സമയമാണ്. 5 മണി തൊട്ട് വൈകിട്ട് 5 മണി വരെ അതിന്റെ ക്ലോസിംഗ് വരുന്നത്. സർപ്രൈസ് ബോണസ് ആണെങ്കിൽ 10 മണി ടു 10 മണി ആയിരിക്കും അതിന്റെ ടൈമിംഗ് വരുന്നത്. റീപർച്ചേസിന്റെ ടൈമിംഗ് വരുന്നത് 12 മണി തൊട്ട് 12 മണിയാണ്. അപ്പൊ 11:58 വരെ നമുക്ക് സമയം ഉണ്ടാവും. അപ്പൊ ഈ സമയം നമ്മൾ ആലോചിച്ച് വെക്കുക. രാവിലെ 12 മണി തൊട്ട് ഉച്ചക്ക് 12 മണി വരെ ആയിരിക്കും ഒരു കട്ട് ഓഫ് വരുന്നത്. ഉച്ചക്ക് 12 മണി തൊട്ട് രാത്രി 12 മണി വരെ ആയിരിക്കും അടുത്ത കട്ട് ഓഫ് വരുന്നത്. അപ്പൊ റീപർച്ചേസിന്റെ കട്ട് ഓഫ് ടൈമാണ് ഈ പറയുന്നത്. ഇനി അടുത്തത് നമ്മളുടെ പേ ഔട്ട് സിസ്റ്റം ആണ്. റീപർച്ചേസ് ആണെങ്കിലും മദർ ഇൻകം ആണെങ്കിലും ഫാദർ ഇൻകം ആണെങ്കിലും നമ്മൾക്ക് 3 ദിവസത്തെ വരുമാനം 4ാമത്തെ ദിവസം നമുക്ക് നമ്മുടെ അക്കൗണ്ടിലേക്ക് കിട്ടും എന്നുള്ളതാണ്. ഇവിടെ ചെറിയൊരു കാൽക്കുലേഷൻ ആണ്. നമ്മൾ 0.25 MPV മാച്ചിങ് സംഭവിച്ചാൽ 157 രൂപ 50 പൈസ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അത് 1 MPV ആണ് നമുക്ക് ലെഫ്റ്റ് റൈറ്റ് മാച്ച് ചെയ്യണമെങ്കിൽ 630 രൂപ കിട്ടും. അതല്ല 10 MPV ആണ് നമുക്ക് ലെഫ്റ്റ് റൈറ്റ് മാച്ച് ചെയ്യണമെങ്കിൽ 6,300 രൂപ കിട്ടും. അത് 20 MPV ആണ് റീപർച്ചേസ് PV ആണ് നമ്മൾക്ക് ലെഫ്റ്റ് റൈറ്റ് മാച്ചിങ് കിട്ടണമെങ്കിൽ 12,600 രൂപ നമുക്ക് കിട്ടും എന്നുള്ളതാണ്. ഇനി 50 MPV ആണ് നമുക്ക് മാച്ചിങ് സംഭവിക്കണമെങ്കിൽ 31,500 രൂപയായിരിക്കും നമുക്ക് കിട്ടുന്ന വരുമാനം. അത് 100 PV ആണ് മാച്ച് ചെയ്യണമെങ്കിൽ 63,000 രൂപയായിരിക്കും നമുക്ക് കിട്ടുന്ന വരുമാനം. അപ്പൊ പെർ ഡേ ഏതാണ്ട് 1,26,000 രൂപയാണ് റീപർച്ചേസ് ഇൻകം. പെർ മന്തിലേക്ക് നമ്മൾ അതിന്റെ കാൽക്കുലേഷനിലേക്ക് പോകുമ്പോൾ 37,80,000 രൂപയാണ്. പെർ ഇയർ കമ്പനി നമുക്ക് തരാന്ന് പറയുന്ന വരുമാനം 4,53,60,60,000 രൂപയാണ്. ഇതാണ് നമ്മളുടെ റീപർച്ചേസിന്റെ ഒരു സ്കോപ്പ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ റീപർച്ചേസ് പ്ലസ് മദർ ഇൻകം ആൻഡ് ഫാദർ ഇൻകം കൂടി കൂട്ടുമ്പോൾ ഏതാണ്ട് 5.5 കോടി രൂപക്ക് മുകളിലാണ് നമ്മളുടെ ഈ ഓപ്പർച്യൂണിറ്റി. ഈ ഓപ്പർച്യൂണിറ്റി സ്വന്തമാക്കാനായിട്ട് വെറും 3,100 രൂപ മുതൽ 19,300 രൂപ നമ്മൾ മുടക്കിയാൽ മതി എന്നുള്ളതാണ്. ഒരു ബിസിനസ് നമ്മൾ തുടങ്ങണമെങ്കിൽ എത്ര ലക്ഷങ്ങൾ നമ്മൾ മുടക്കണം എന്ന് ആലോചിച്ചു നോക്കി. ഇവിടെ ഒരു ടീമിന്റെ ഒപ്പം നിന്നുകൊണ്ട് ഒരു ടീമിന്റെ സഹായ സഹകരണങ്ങളിലൂടെ നമ്മൾക്ക് ഈ ബിസിനസ്സിൽ തീർച്ചയായിട്ടും വിജയിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. ഒരു ലോങ് ടേം വിഷനോടുകൂടി വേണം നിങ്ങൾ ഓരോരുത്തരും ഈ ബിസിനസ് ചെയ്യാനായിട്ട്. ഇന്ന് പല ആൾക്കാരും 1 മാസം കൊണ്ട് 2 മാസം കൊണ്ടൊക്കെ കോടീശ്വരനാകണമെന്ന് വിചാരിച്ച് ഈ ബിസിനസ്സിലേക്ക് വന്നാൽ സാധ്യമല്ല. അവരൊരു 1-2 വർഷം സ്റ്റിക്ക് ഓൺ ചെയ്ത് ഇതിന്റെ പുറകിൽ നിന്ന്, കാരണം ഇത് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്, ഒരു എക്സ്പീരിയൻസ് ക്രിയേറ്റ് ചെയ്യാനുണ്ട് നമുക്ക്. ആ എക്സ്പീരിയൻസ് പ്രവർത്തനത്തിലൂടെ മാത്രമേ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ. ഇത് പഠിച്ചിട്ട് വന്നിട്ട് ചെയ്യാൻ പറ്റുന്നതല്ല നെറ്റ്വർക്ക് രണ്ടും ഒരേ സമയത്താണ്. പഠിക്കലും ചെയ്യലും എല്ലാം ഒരേ സമയത്താണ്. മനസ്സിലായി? അതിനുള്ള വരുമാനവും നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ അതുകൊണ്ട് നമ്മള് എന്താ പറയുന്നത്, ഒരു ലോങ് ടേം വിഷനോട് കൂടി വേണം നമ്മൾ ഈ പറയുന്ന ഇതിലേക്ക് വരാനായിട്ട്. ഇന്ന് പല ആൾക്കാരും പറയാറുണ്ട് പോസിറ്റീവ് തിങ്കിങ്, പോസിറ്റീവായിട്ട് ചിന്തിക്കണം. ഞാൻ പറയും പോസിറ്റീവ് തിങ്കിങ് ഡസന്റ് ഗ്യാരണ്ടി സക്സസ്. കാരണം വെറുതെ വീട്ടിലിരുന്നുകൊണ്ട് നമ്മൾ പോസിറ്റീവായിട്ട് ചിന്തിച്ചാൽ ആ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് എങ്ങനെയാണ് ഈ പറയുന്ന സക്സസ് കടന്നു വരുന്നത്? ഒരിക്കലും പോസിറ്റീവ് തിങ്കിങ് ഡസന്റ് ഗ്യാരണ്ടി സക്സസ്, ബട്ട്
നെഗറ്റീവ് തിങ്കിങ് ഗ്യാരണ്ടി ഫെയിലിയർ എന്നുള്ളത് 100% ഉറപ്പാണ്. കാരണം നെഗറ്റീവായിട്ട് ചിന്തിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് ഫെയിലിയർ മാത്രമേ വരൂ. അതാണ് നെഗറ്റീവ് തോട്ട്സിന്റെ ഒരു ഇമ്പാക്ട് എന്ന് പറയുന്നത്. പക്ഷെ പോസിറ്റീവ് തിങ്കിങ് ആൻഡ് ഹാർഡ് വർക്ക് ഗ്യാരണ്ടി സക്സസ് എന്നുള്ളതാണ്. നമ്മൾ പോസിറ്റീവായിട്ട് ചിന്തിക്കുകയും പോസിറ്റീവായിട്ട് നമ്മൾ ചിന്തിക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ഈ പ്രസ്ഥാനത്തെ കുറിച്ചും ഇതിന്റെ മാർക്കറ്റിംഗ് പ്ലാനിനെ കുറിച്ചും വ്യക്തമായ ഒരു ധാരണ നമുക്ക് ഉണ്ടാവും. എന്നാൽ മാത്രമേ ആ വിഷയത്തിൽ നമുക്ക് പോസിറ്റീവ് ഉണ്ടാവും. അങ്ങനെ ഒരു പോസിറ്റീവ്നെസ് നമുക്ക് വരുമ്പോഴാണ് അവിടെ നമുക്ക് ഹാർഡ് വർക്ക് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുന്നത്. അങ്ങനെ പോസിറ്റീവ് തിങ്കിങ് ആൻഡ് ഹാർഡ് വർക്ക് ഗ്യാരണ്ടി സക്സസ് എന്നുള്ളതാണ്. ബിക്കോസ് യു ആർ നൈസ് പീപ്പിൾ ലൈക്ക് യു ടെമ്പററി. നിങ്ങൾ നല്ലതാണ്, ജോയ് പീറ്റർ നല്ലതാണ്, കാണാനൊക്കെ ഭംഗിയുണ്ട്, അല്ലെങ്കിൽ നല്ലതായിട്ട് മീറ്റിംഗ് ഒക്കെ എടുക്കും, സംഭവമൊക്കെ ശരിയാണ്. എല്ലാവർക്കും ടെമ്പററിലി മാത്രമേ അത്രയും കാര്യങ്ങളിൽ അവർക്ക് താല്പര്യം ഉണ്ടാവുള്ളൂ. ബിക്കോസ് യു ആർ എ സക്സസ് ഇൻ ലൈഫ്, പീപ്പിൾ വിൽ കം ആഫ്റ്റർ യു പെർമനന്റ്ലി. നമ്മുടെ ജീവിതത്തിൽ സക്സസ് ആകണം. സക്സസ് ആയാൽ മാത്രമേ നമ്മളുടെ പുറകെ ആൾക്കാർക്ക് വരുള്ളൂ. പെർമനന്റ്ലി നമ്മളുടെ കൂടെ ആൾക്കാർ നിൽക്കുള്ളൂ. അങ്ങനെ പെർമനന്റ്ലി നമ്മുടെ കൂടെ ആള് നിൽക്കണമെങ്കിൽ നമ്മളൊരു സക്സസ്ഫുൾ ആയിരിക്കണം. ലൈഫിൽ നമ്മൾ സക്സസ് ആകാൻ വേണ്ടി ആയിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്? പ്രവർത്തിക്കേണ്ടത്. പണം ഉണ്ടാക്കാൻ വേണ്ടിയല്ല, സക്സസ് ആകാൻ വേണ്ടിയാണ്. മറ്റുള്ളവർ അംഗീകരിക്കുന്ന ഒരു സക്സസിലേക്ക് നയിക്കാൻ നമ്മൾ എത്താൻ വേണ്ടി ആയിരിക്കണം ഓരോ ദിവസവും നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യേണ്ടത്. അങ്ങനെ പോസിറ്റീവായിട്ട് ചിന്തിക്കാനും പോസിറ്റീവായിട്ട് നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് ചിന്തിക്കാനും അതോടൊപ്പം തന്നെ ഹാർഡ് വർക്ക് ചെയ്യാനും നിങ്ങൾക്ക് സാധിക്കട്ടെ. ഈ ബയോട്ടോറിയത്തിലൂടെ ഈ പറയുന്ന മാർക്കറ്റിംഗ് പ്ലാനിനെ കുറിച്ച് വ്യക്തമായ ഒരു അറിവ് നിങ്ങൾക്ക് കിട്ടി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്റെ ലളിതമായ ഒരു പ്രസന്റേഷൻ നിങ്ങൾക്ക് മാർക്കറ്റിംഗ് പ്ലാൻ മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ മാർക്കറ്റിംഗ് പ്ലാനിനെ കുറിച്ച് നിങ്ങൾ കൂടുതൽ പഠിക്കുക. അത് പഠിക്കും തോറും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഈ പറയുന്ന സാമ്പത്തിക സ്വാതന്ത്ര്യം നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. എൻജോയ് യുവർ ലൈഫ്. താങ്ക് യു, താങ്ക് യു. കമ്പനി വാരിക്കോരിയാണ് നമുക്ക് വരുമാനം തരുന്നത്. നമ്മൾ ഓരോരുത്തരും ബയോട്ടേറിയൻസ് ആണ്. അപ്പൊ കമ്പനി വാരിക്കോരി തരാനുള്ള ഒരു മനസ്സ് കാണിക്കുമ്പോൾ നമുക്ക് അറിവുകൾ പറഞ്ഞു തന്ന് നമ്മളെ ജീവിതത്തിലോട്ട് കൈപിടിച്ച് ഉയർത്തുന്നവരിക്കും നമ്മൾ ബയോട്ടേറിയൻസ് അതുപോലെ തന്നെ തിരിച്ചും കൊടുക്കണം. നിങ്ങളുടെ എല്ലാവരെയും ഒരു ഡിജിറ്റൽ പൂച്ചെട്ടുകൾ സാറിന് കൊടുക്കുക, നമുക്ക് ഇത്രയും അറിവുകൾ പകർന്നു തന്നതിന്. ഇന്നിപ്പോ ഈ സൂമില് ഇപ്പൊ ലൈവ് ഒരു 195 പേരുണ്ട്. എങ്കിലും ചിലരുടെ നമ്മൾ പറയുന്ന എല്ലാ കാര്യങ്ങളും എല്ലാവരും പോസിറ്റീവായിട്ട് ചിലപ്പോൾ എടുക്കണമെന്നില്ല. അത് നമ്മളുടെ മലയാളികളുടെ മാത്രം ഒരു പ്രത്യേകതയാണ്. കാരണം ചിലര് അറിഞ്ഞു കൊടുക്കും, ചിലര് അറിയാതെ അഭിനന്ദിക്കും. ഒരു മലയാള സിനിമയില് ഒരു പാട്ടുണ്ട്, കുറച്ച് പഴയതാണ്. നമ്മൾ ഇത്രയും നല്ലൊരു പ്രസന്റേഷൻ കേട്ടിട്ടും ഇന്ന് തന്നെ നല്ല വരുമാനത്തിലോട്ട് എത്താനുള്ള കാര്യങ്ങൾ എല്ലാവരും എത്രയും ഫാസ്റ്റ് ആയിട്ട് ചെയ്യണം. ആ മലയാള സിനിമയിലെ പാട്ടിന്റെ 2 വരികള് ഇന്ന് പറഞ്ഞ ഈ പ്രസന്റേഷനായിട്ട് ഒരുപാട് അർത്ഥമുള്ളതാണ്. അതിന്റെ വരികൾ പറഞ്ഞാൽ ചിലപ്പോ നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഞാൻ ഒരു വരി പാടാം. കൂടുകൾക്കുള്ളിൽ കുറുകിയിരിക്കുന്നു മോഹങ്ങൾ, പറയാതെ കൊത്തിയുതുക്കിയതെല്ലാം വിരലിന്റെ തുമ്പിൽ തുടിച്ചു നിന്നു. എല്ലാവരുടെയും ഉള്ളില് ഒരുപാട് സ്വപ്നങ്ങളും പ്രതീക്ഷകളും ഉണ്ട്. ഒരു പക്ഷിയുടെ അല്ലെങ്കിൽ ഒരു പക്ഷിക്കൂടിന്റെ ഉള്ളിൽ ഒതുക്കിയതുപോലെ, അല്ലെങ്കിൽ ആ പക്ഷിയുടെ വിരലുകൾക്ക് ഇടയിൽ ഒതുക്കി വെച്ചതുപോലെ നമ്മളുടെ ഓരോരുത്തരുടെ സ്വപ്നങ്ങള് പറത്തിവിടാനും നല്ലൊരു നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഫിനാൻഷ്യൽ ഫ്രീഡത്തിലോട്ട് എത്തുന്നതിന് വേണ്ടിയിട്ട് എന്തൊക്കെ ഒരു സ്റ്റാർട്ടിംഗ് ട്രബിള് പലരുടെ ഉള്ളിലുണ്ട്. ഇന്നത്തെ ഈ പ്രസന്റേഷനോട് കൂടിയിട്ട് അതിനെല്ലാം തിരശ്ശീല വീഴ്ത്തുക, വിജയിക്കുക, ജീവിതത്തിൽ നല്ല നിലവാരത്തിൽ എത്തുക. ഉയർന്ന ചിന്താഗതികളും നല്ല വരുമാനം ഉണ്ടെന്നുണ്ടെങ്കിലും നമ്മുടെ മക്കളെയും നമ്മുടെ സമൂഹത്തെയും അടുത്ത തലമുറയെയും നമുക്ക് നല്ലൊരു ജീവിത ലക്ഷ്യത്തിലോട്ട് ഉയർത്തിയെടുക്കാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ. നമ്മുടെ മീറ്റിംഗിന്റെ പ്രോഗ്രാം വൈൻഡ് അപ്പ് ചെയ്യുന്നതിനായിട്ട് നമ്മുടെ ഗ്രേറ്റ് ലീഡർ മനോജ് സാറിനെ ഞാൻ ഹാർദവമായി വെൽക്കം ചെയ്യുന്നു. പ്ലീസ് സാർ. ഓക്കെ താങ്ക് യു തങ്കമണി മാഡം. ഗുഡ് മോർണിംഗ് ലീഡേഴ്സ്. എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിക്കുന്നു, വിജയാശംസകൾ നേരുകയാണ്. ഇന്ന് പാലക്കാട് പ്രോഗ്രാമാണ്, ഞാൻ പോകാനുള്ള തിരക്കിലാണ്. എന്തായാലും 2 മിനിറ്റ് നിങ്ങളോട് സംസാരിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചുകൊണ്ടാണ് വെയിറ്റ് ചെയ്തത്. ഇന്ന് നമ്മുടെ പ്രിയങ്കരനായ ജോയ് പീറ്റർ സാറാണ് നമ്മുടെ ഇൻകം പ്ലാൻ ഇവിടെ അവതരിപ്പിച്ചത്.
ഞാൻ എപ്പോഴും പറയും, ഇന്ന് നമ്മുടെ സമൂഹം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം സാമ്പത്തിക പ്രശ്നമാണ്. ആരോഗ്യത്തെക്കാൾ ഏറ്റവും കൂടുതൽ സാമ്പത്തിക പ്രശ്നം നേരിടുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിച്ചിരിക്കുന്നത്. ഇന്ന് രാവിലെ ഇതിനകത്ത് പങ്കെടുത്ത 195 പേരും സാമ്പത്തിക പ്രതിസന്ധി അനുഭവിക്കുന്നവരാണ്. ഏതെങ്കിലും രീതിയിൽ രക്ഷപ്പെടാൻ പറ്റുമോ എന്നുള്ള ഒരു വലിയ കാഴ്ചപ്പാടുമായിട്ടാണ് ഇതിനകത്തേക്ക് വന്നിരിക്കുന്നത്. അതിൽ ഇന്ന് നിലവിലുള്ളതിൽ വെച്ച് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഇൻകം പമ്പ് ചെയ്യുന്ന വേൾഡ് ക്ലാസ് നമ്മളെ സെൽഫ് റീപർച്ചേസ് പ്ലാൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത വയട്ടൂരത്തിന്റെ ഭാഗമാകാൻ കഴിഞ്ഞു എന്നത് തന്നെ ഏറ്റവും ദൈവാനുഗ്രഹമുള്ള കാര്യമാണ്. എത്രയോ കമ്പനികൾ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അവർക്കൊന്നും കിട്ടാത്ത ഒരു സൗഭാഗ്യമാണ് നമ്മളെ തേടിയെത്തിയിരിക്കുന്നത്. അതുകൊണ്ട് പ്ലാൻ കൃത്യമായി പഠിക്കുക, മനസ്സിലാക്കുക, അത് പഠിപ്പിക്കുക എന്നുള്ളതാണ്. പ്ലാൻ ഒരു ദിവസം കൊണ്ടൊന്നും മനസ്സിലാവില്ല. പ്ലാൻ ഇടയ്ക്കിടയ്ക്ക് ഇനി പ്ലാന്റെ ക്ലാസ് ഇവിടെ ഉണ്ടാവും. പ്ലാന്റെ ക്ലാസ് എടുക്കുമ്പോൾ നിങ്ങൾ വെറുതെ അവിടെ ഇരുന്നതിനെ കൊണ്ട് കാര്യമില്ല. ഒരു നോട്ട്ബുക്ക് എടുത്തിട്ട് അതെല്ലാം അതിനകത്ത് നോട്ട് ചെയ്ത് വെക്കണം. എന്നിട്ട് എല്ലാവരും അവരവരുടെ ടീമിനെ ഹോം മീറ്റിങ്ങിലൂടെയോ അല്ലെങ്കിൽ ടീം മീറ്റിങ്ങിലൂടെയോ ഒക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണമെന്നില്ല. നിങ്ങൾ പഠിക്കുക, നിങ്ങളുടെ ടീമിനെ പഠിപ്പിക്കുക. അപ്പോഴാണ് കൂടുതൽ വരുമാനം കിട്ടുള്ളൂ. അപ്പൊ ഇത്രയും നാൾ നമുക്ക് ഉണ്ടായിരുന്ന മദർ പ്ലാൻ മാക്സിമം 1 കോടി രൂപ ഒരു വർഷം കൊണ്ട് നേടാം. അത് വലിയൊരു സ്വപ്നമായിരുന്നു. 1 year 1 CR അല്ലെ? ഈ രീതിയിലാണ് നമ്മൾ അന്ന് സ്വപ്നം കണ്ടിരുന്നതെങ്കിൽ ഇന്ന് നമുക്ക് അവിടെ ലിമിറ്റ് ഉണ്ടായിരുന്നു. ഒരു ദിവസം 30,000 രൂപ കിട്ടുള്ളൂ ഒരു ഐഡിയിലൂടെ. ഇന്നിപ്പോ ഒരു ദിവസം 1,26,000 രൂപ കിട്ടുന്ന ഒരു അവസ്ഥയിലേക്ക് മാറി എന്നുള്ളതാണ്. അതും പവർ സൈഡ് ക്യാരി ഫോർവേഡ് ചെയ്തുകൊണ്ട് കിട്ടുന്നു എന്നുള്ളതാണ്. ഒരു മാസം ഏകദേശം രണ്ടും കൂടി കൂട്ടുമ്പോൾ ഒരു 50 ലക്ഷത്തിന്റെ അടുത്ത് ഒരു മാസം കിട്ടുന്ന, ഒരു വർഷം ഒരു 5.5 കോടിയിലധികം രൂപ വരുമാനം കിട്ടാൻ വേണ്ടിയിട്ട് ആകെ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് ഒരു 3,100 രൂപയുടെ ഒരു പ്രൊഡക്റ്റ് വാങ്ങുകയെന്ന് മാത്രമാണ്. ജോയ് പീറ്റർ സാർ പറഞ്ഞ പോലെ ഒരു മാസം 1,500 രൂപയുടെ റീപർച്ചേസ് നടത്തിയാൽ പോലും 18,000 രൂപയായി. പിന്നെ മുടക്കിയ 21,000 രൂപയാണ് ആകെ ഒരു വർഷം കൊണ്ട് നിങ്ങൾ ഇതിനകത്തേക്ക് ചെലവാക്കുന്നത്. ഒരു വർഷം കൊണ്ട് കിട്ടാനുള്ള എത്രയാണ്? ഇല്ലേ, ഏകദേശം 5.5 കോടി രൂപ. 28,000 രൂപ മുടക്കിയിട്ട് 21,000 രൂപ മുടക്കിയിട്ട് 5.5 കോടി ഇല്ലേ നേടാനുള്ള ഒരു അവസരമാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. അതാണ് നമ്മൾ പോയിന്റ് മനസ്സിലാക്കുന്നത്. 12 മാസം നിങ്ങൾ 1,500 പർച്ചേസ് ചെയ്തോ, ഒരു ഐഡിയ അടിച്ചു 3,100 നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി പോകുന്നത് ഏകദേശം 5.5 കോടിയോളം രൂപ. അതിന്റെ ആഴം മനസ്സിലാക്കുന്നില്ല ഇപ്പം പലരും. ഇപ്പോഴും ആളുകൾ ഉറക്കത്തിലാണ്, ചില ആളുകൾ ഉറക്കം നടിക്കുകയാണെന്നുള്ളതാണ്. ക്ലിയറായ ഞാൻ പറഞ്ഞ പോയിന്റ്. ഇതോടൊപ്പം നിങ്ങൾക്ക് ഒരു 60,000 70,000 രൂപ വില വരുന്ന ഒരു പാക്കേജും കൂടെ കിട്ടുകയാണ്. ജീവിതത്തിൽ നമ്മൾ ഒറ്റയ്ക്ക് ഒരിക്കലും പോവില്ല. ഈ തായ്ലൻഡ് ട്രിപ്പിനോ, തായ്ലൻഡ് കഴിഞ്ഞാൽ അടുത്തുണ്ട് കേട്ടോ. 15,000 പോയിന്റ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വരുന്ന അടുത്ത പോയിന്റ്സ് എന്തിലേക്ക് മാറ്റും? അത് ദുബായ് ട്രിപ്പിലേക്ക് കയറി ഫോർവേഡ് ചെയ്യും. മനസ്സിലായ? ലോകം മുഴുവൻ നിങ്ങളെ കൊണ്ട് കാണിക്കാൻ വേണ്ടി പോവാ ബയ ടൂറിംഗ് കമ്പനി. പറന്ന് നടക്കാൻ പറ്റും നമുക്ക്. അല്ലാണ്ട് കോഴിക്കുഞ്ഞുങ്ങളെ പോലെ ഇവിടെ എഴയേണ്ട ആവശ്യമില്ല. മനസ്സിലായേ? നമുക്ക് പറന്ന് നടക്കാൻ വേണ്ടി സാധനം, ലോകം മുഴുവൻ പറന്ന് നടക്കാൻ വേണ്ടി സാധനം. ദുബായ് ട്രിപ്പ് കഴിഞ്ഞാൽ അടുത്തത് സിംഗപ്പൂർ ട്രിപ്പാണ്. വീണ്ടും അടുത്ത കാരി പോയിന്റ്സ് വരുമ്പോൾ LRP വരുമ്പോൾ അത് യൂറോപ്യൻ ട്രിപ്പുകളിൽ ഇങ്ങനെ മാറി 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 ഇതിങ്ങനെ ഒരു അവസരം വേറെയുണ്ട്. അത് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. അതാണ് അതിനെക്കുറിച്ച് പറയാം. അപ്പൊ റീപർച്ചേസ് നമുക്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്യണം, നല്ല ടീമിനെ ബിൽഡ് ചെയ്യണം എന്നുള്ളതാണ്. ടീം ബിൽഡിങ്ങിന് എന്ത് വേണം? ഈ 3,100 എൻട്രി വന്നത് കൂടിയിട്ട് പുതിയ ആളുകളിലേക്ക് ഓപ്പർച്യൂണിറ്റി സെയിൽ ചെയ്യാൻ നിങ്ങൾ പോകാന്നില്ല. അവിടെ പ്രൊഡക്റ്റിന് പ്രാധാന്യമില്ല. മോതിരമല്ലേ മറ്റേതല്ലേ അതൊന്നും അല്ല ഇവിടെ നിങ്ങൾക്ക് രക്ഷപ്പെടാനുള്ള ഒരു അവസരം ലീഗലായിട്ട് ഗവൺമെന്റ് അംഗീകരിച്ച ഒരു അവസരമാണ് നമ്മൾ കൊടുക്കുന്നത്. ഇപ്പൊ ടീം ബിൽഡ് ചെയ്യുക. ഇപ്പൊ റിക്രൂട്ട്മെന്റ് നടത്തുക. നിങ്ങൾ തീരുമാനിക്കണം, എന്റെ ടീമിൽ ഞാൻ ഈ മാസം 5 പേരെ റിക്രൂട്ട് ചെയ്യും. നിങ്ങൾ ഡൗൺലൈനിന് മാത്രം നോക്കി നിൽക്കില്ല, അസോസിയേഷൻ മാത്രം നോക്കി നിൽക്കില്ല. എത്ര ആളുകളുണ്ട് ഇല്ലേ? ഒരു ID മാത്രം ഇവിടെ ഫോക്കസ് ചെയ്താൽ മതി. 3 ID ക്രിയേറ്റ് ചെയ്താലും കുഴപ്പമില്ല. ഇൻ ഫ്യൂച്ചർ നമുക്ക് ഡെവലപ്പ് ചെയ്യാം. ഒരു ID ഫോക്കസ് ചെയ്താലാണ് ഈ പറഞ്ഞ എമൗണ്ട്. ഇപ്പൊ 3 ID ഒക്കെ ചെയ്യുന്ന ആളുകൾക്ക് ഒരു 18 കോടിയൊക്കെ ഒരു വർഷം വേണമെങ്കിൽ ഉണ്ടാക്കാം, 15 കോടിയൊക്കെ ഉണ്ടാക്കാം. ആദ്യം ഒരു ID ഫോക്കസ് ചെയ്യും, എന്നിട്ട് അത് ഡെവലപ്പ് ചെയ്യും. അത് ഓട്ടോ പൈലറ്റ് മോഡിലേക്ക് പോകും. നമ്മുടെ ആവശ്യമില്ലാതെ തന്നെ അവിടെ 2 കട്ട് ഓഫിലും വരുമാനം വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരുമ്പോഴാണ് നമ്മൾ അടുത്ത ID ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി പാടുള്ളൂ. ഇല്ലെങ്കിൽ ഒന്നും ഉണ്ടാവില്ല, കടിച്ചതും പിടിച്ചതും ഒന്നും ഉണ്ടാവില്ല. അപ്പൊ ആ രീതിയിൽ ഒന്നും മതിയല്ലോ നമുക്ക് ഇല്ലേ? ഒരു ID തന്നെ മാസം 40 ലക്ഷം രൂപ കിട്ടുക എന്ന് പറഞ്ഞാൽ നിസ്സാരമാണോ സുഹൃത്തുക്കളെ? അതുകൊണ്ട് ഞാൻ കൂടുതൽ ഇപ്പൊ സമയമില്ല, വൈകിയുണ്ട് പോകാനുള്ളത് കൊണ്ട്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ സ്റ്റഡി ചെയ്യേണ്ടത്. അതുപോലെ റിക്രൂട്ട്മെന്റ് ആൻഡ് റീറ്റെയിലിംഗ്. സ്ത്രീകൾ വീട്ടിലിരിക്കുന്ന സ്ത്രീകൾക്കൊക്കെ നമ്മൾ മോർ പവറും അതുപോലെ തന്നെ അൾട്രാ ബെറിയും ഇനി വരാൻ വേണ്ടി പോകുന്ന ഒത്തിരി പ്രൊഡക്ട്സ് വരുന്നുണ്ട്. ഹോം കെയറും ബ്യൂട്ടി കെയറും ഗ്രോസറി ഐറ്റംസും മാഗ്നറ്റിന്റെ ഷൂവും അല്ലെ, ടെക്സ്റ്റൈൽ ഐറ്റംസും എല്ലാം ആമസോണിൽ കയറി പർച്ചേസ് ചെയ്യും പോലെ വലിയൊരു
വലിയൊരു മാളിന്റെ ഉടമയായി നമ്മൾ മാറിയിരിക്കുക. ലോകത്ത് എവിടെയും കച്ചവടം ചെയ്യാന്നുള്ളതാണ്. മനസ്സിലായോ? ലുലു മാളിൽ ഇപ്പൊ എറണാകുളത്തുണ്ടെങ്കിൽ എറണാകുളത്തെ പറ്റുള്ളൂ വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. കാസർഗോഡുകാരനൊന്നും ഇവിടെ വാങ്ങാൻ പറ്റുമോ? അവിടെ ലുലു മാളില്ല അല്ലെ? അപ്പോ ഇത് നമ്മുടെ സിസ്റ്റത്തിൽ ലോകത്ത് എവിടെയും ഓൺലൈനിൽ ഇരുന്നുകൊണ്ട് ആർക്ക് വേണമെങ്കിൽ ഓർഡർ ചെയ്യാൻ വേണ്ടി സാധിക്കുന്ന ഒരു സംവിധാനത്തിലേക്ക് കമ്പനി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. റീപർച്ചേസിനെ കുറിച്ച് ചിന്തിക്കും. ഇത്രയും കിടിലായ ഒരു പ്ലാൻ സാധാരണ ക്യാരി ഫോർവേഡ് ചെയ്യുന്ന ഒരു സിസ്റ്റം റീപർച്ചേസിൽ ഉണ്ടാകാറില്ല. എല്ലാം നിങ്ങൾ മനസ്സിലാക്കണം, ഡെപ്ത് മനസ്സിലാക്കണം എന്നുള്ളതാണ്. അതാണ് ഇവിടെ ജോയി പീറ്റർ സാർ പറഞ്ഞത്. 730 കട്ട് ഓഫ് ഉണ്ടാവും. 100 കട്ട് ഓഫ് ചെയ്താൽ പോലും 63 ലക്ഷം രൂപ ഉണ്ടാക്കാം ഇല്ലേ? എന്റെ കണക്കുകളെല്ലാം നിങ്ങൾ ശ്രദ്ധിച്ചു കാണുന്ന ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് അതിന്റെ ഡെപ്തിലേക്ക് പോവുക, പഠിക്കുക, മനസ്സിലാക്കാതെ മാത്രമാണ് ഈ വൈകിയ വേളയിൽ പറയാറ്. ഒറ്റ കാര്യം കൂടി ഞാൻ പറയാം. നമുക്ക് അവയർനെസ് ബോണസ് അല്ലെ? അവയർനെസ് ബോണസ് ഒരു PV മാച്ച് ചെയ്ത് എത്ര കിട്ടുക? ആർക്കും അറിയോ? ഒരു PVക്ക് 8 രൂപ 80 പൈസ കിട്ടും അല്ലെ? 8 രൂപ 80 പൈസ. ഫാമിലി ബോണസ് എത്ര കിട്ടും? ഒരു PV മാച്ച് ചെയ്താൽ 59 രൂപ 40 പൈസ കിട്ടും. എന്നാൽ സെൽഫ് റീപർച്ചേസ് കിട്ടുന്നത് 0.25 PV മാച്ച് ചെയ്താൽ പോലും നമുക്ക് 157 രൂപ അല്ലെ 50 പൈസ കിട്ടും. അപ്പോ ഒരു PV അവിടെ മാച്ച് ചെയ്യുകയാണെങ്കിൽ 630 രൂപയാണ് കിട്ടുന്നത്. പല വ്യത്യാസം മനസ്സിലായോ നിങ്ങൾക്ക്? ഒരു PV നമ്മുടെ മദർ പ്ലാനിൽ മാച്ച് ചെയ്താൽ 8 രൂപ 80 പൈസ കിട്ടും. ഫാമിലി ബോണസ് അല്ലേ, ഒരു PV മാച്ച് ചെയ്യുമ്പോൾ 59 രൂപ 40 പൈസ കിട്ടും. എന്നാൽ റീപർച്ചേസിൽ ഒരു PV മാച്ച് ചെയ്യുമ്പോൾ 630 രൂപ കിട്ടും. എത്ര വ്യത്യാസമുണ്ട് അല്ലേ? ആലോചിച്ച് നോക്കണം. എത്ര ഇരട്ടി ഗ്രോത്ത് ആണെന്ന് ആലോചിച്ച് നോക്കണം. അതുകൊണ്ട് റീപർച്ചേസിലേക്ക് ഫോക്കസ് ചെയ്തുകൊണ്ട് ഇനി ടീമിനെ നയിക്കാൻ വേണ്ടി ശ്രദ്ധിക്കാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് വൈകിയ വേളയിൽ കൂടുതൽ സംസാരിക്കാൻ സമയമില്ല. ഇന്നലെ അങ്കമാലിയിൽ നല്ല പ്രോഗ്രാം ഉണ്ടായിരുന്നു. ഓരോ ലീഡേഴ്സും അവരുടേതായ ടീമിന്റെ NDOPകളും അതുപോലെ തന്നെ നല്ല വൺ ഡേ ട്രെയിനിങ്ങുകളൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. ഇന്ന് പാലക്കാടാണ് പ്രോഗ്രാം, അവിടുത്തെ ടീമിന്റെ പ്രോഗ്രാമാണ്. തിങ്കളാഴ്ച കോട്ടയം BOP ആണ്. കോട്ടയം പ്രദേശത്തുള്ള ആളുകൾ മുഴുവൻ ആ പ്രോഗ്രാമിലേക്ക് എത്തിച്ചേരും. അതിന്റെ പിക്കെല്ലാം ഗ്രൂപ്പുകളിൽ വന്നിട്ടുണ്ട്. പരമാവധി ആളുകൾ ആ പ്രോഗ്രാം സെന്ററിലേക്ക് വരണം. എല്ലാ ഭാഗത്തുള്ള ആളുകളും. രാവിലെ 10:30 മണിക്ക് തന്നെയാണ് പ്രോഗ്രാം. എല്ലാ പ്രോഗ്രാമും നമ്മൾ രാവിലത്തേക്ക് ക്രമീകരിച്ചാണ് എല്ലാ സെന്ററുകളിലും. തിങ്കളാഴ്ച അവിടെ കഴിഞ്ഞാൽ വ്യാഴാഴ്ച കോഴിക്കോട് പ്രോഗ്രാമാണ്. ഈ ചൊവ്വാഴ്ച തൃശ്ശൂർ പ്രോഗ്രാം ഉണ്ടാവുന്നതല്ല, അത് വേറൊരു ദിവസത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ചില അസൗകര്യങ്ങളുള്ളതുകൊണ്ട് അവിടെ ഹാളിന്റെ അതുകൊണ്ട് വ്യാഴാഴ്ച കോഴിക്കോട് പ്രോഗ്രാമാണ്. ഇതാണ് ഈ വരുന്ന ആഴ്ചയിൽ ക്രമീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അടുത്ത ആഴ്ച വീണ്ടും എല്ലാ സെന്ററുകളിലും തുടങ്ങും. ഈ മാസത്തോടു കൂടി 2 BOP നടന്ന സ്ഥലങ്ങളിലെല്ലാം തന്നെ NDO സ്റ്റാർട്ട് ചെയ്യും. അതോടൊപ്പം അത് കഴിയുമ്പോഴേക്ക് ഒരു പ്രൊഡക്റ്റ് ട്രെയിനിങ് ക്യാമ്പ് ഉണ്ടാവും. ഒരു ജില്ലയിൽ 4 പ്രോഗ്രാം ഒരു മാസം ഉണ്ടാവും. 4 പ്രോഗ്രാം, ഒന്ന് 2 BOP ഉണ്ടാവും, ഒരു NDO ഉണ്ടാവും, ഒരു പ്രൊഡക്റ്റ് ട്രെയിനിങ് ഉണ്ടാവും, റീറ്റെയിലിംഗ് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഈ രീതിയിലാണ് ഇനി വരാൻ വേണ്ടി പോകുന്നത്. അതുകൊണ്ട് നല്ല രീതിയിൽ പ്ലാൻ ചെയ്യാം. വിജയം നിങ്ങളുടേതാണ്. വിജയം ആരുടെയും കുത്തകയല്ല. മനസ്സിലായി? നിങ്ങളെ തോൽപ്പിക്കാൻ ഒരാൾക്ക് മാത്രമേ സാധിക്കുള്ളൂ. നിങ്ങളെ തോൽപ്പിക്കാൻ ഒരാൾക്ക് മാത്രമേ സാധിക്കുള്ളൂ. അത് നിങ്ങൾക്ക് മാത്രമേ സാധിക്കുള്ളൂ. മനസ്സിലായ? എന്നെ തോൽപ്പിക്കാൻ എനിക്ക് മാത്രമേ സാധിക്കുള്ളൂ. ഞാൻ വേണ്ടെന്ന് വിചാരിച്ചാൽ ഒന്നും നടക്കില്ല അല്ലേ? വേറൊരാൾക്കും നിങ്ങളെ തോൽപ്പിക്കാൻ സാധിക്കില്ല എന്റെ പൊന്നു സുഹൃത്തുക്കളെ. ആര് വിചാരിച്ചാലും നമ്മളെ തകർക്കാൻ പറ്റില്ല. മനസ്സിലായില്ലേ? ഞാൻ സ്വയം വിചാരിക്കണം എനിക്ക് വേണ്ട. അത് ആരും വിചാരിക്കില്ല എന്ന് എനിക്കറിയാം. വിജയിച്ച് കാണിച്ചു കൊടുക്കാൻ നമ്മുടെ കളിയാക്കിയവരുടെ മുമ്പിൽ, പുച്ഛിച്ചവരുടെ മുമ്പിൽ, അവഹേളിച്ചവരുടെ മുമ്പിൽ, മനസ്സിലായ? ആ ഒരു വസന്തകാലം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. ആ വസന്തകാലമാണ് വയട്ടോറിയത്തിന്റെ രൂപത്തിൽ നിങ്ങളത്തേക്ക് വന്നിരിക്കുന്നത്. വയട്ടോറിയത്തിന്റെ എല്ലാം മാറിയിരിക്കുന്നു ഇല്ലേ? അതിന്റെ റീപർച്ചേസ് പ്ലാനും കൂടെ വന്നത് കൂടിയിട്ട് അത് എന്തായിരിക്കുന്നു? പ്യൂപ്പ പോയിട്ട് മനോഹരമായ ചിത്രശലഭമായി മാറിയിരിക്കുന്നു. ആ ചിത്രശലഭം പറന്നുയരും, ഒരു സംശയം വേണ്ട. നിങ്ങളെ പ്രതീക്ഷകളും സ്വപ്നങ്ങളും വിടരട്ടെ. വിജയിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് ഈശ്വരൻ പ്രദാനം ചെയ്യട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ആത്മവിശ്വാസത്തെ മുന്നോട്ട് പോവുക. ടീമിനെ ബിൽഡ് ചെയ്യുക. സീമോർ പീപ്പിൾ. കൂടുതൽ ആളുകളോട് സംസാരിക്കുന്നവർക്ക് ഇതിനകത്ത് വിജയിക്കാൻ പറ്റുള്ളൂ. ഇതെല്ലാം കഴിഞ്ഞ് വീട്ടിൽ ഭാര്യയുമായിട്ട് വർത്താനം പറഞ്ഞ് അവിടെ നിന്ന് TV കണ്ടുകൊണ്ടിരുന്നാലൊന്നും നിങ്ങൾക്ക് അച്ചീവറായിട്ട് മാറാൻ പറ്റില്ല. മഴയത്ത് മഴയുണ്ടാവും, അത് പ്രകൃതി നിയമമാണ് ഇല്ലേ? വേനൽക്കാലത്ത് ചൂടുണ്ടാവും, അപ്പൊ വിയർപ്പ് ഉണ്ടാവും, പ്രകൃതി നിയമമാണ്. ഇതെല്ലാം അനുസരിച്ച് ജീവിക്കുന്ന ആൾക്ക് മാത്രമേ വിജയിക്കാൻ പറ്റുള്ളൂ. വിജയം എന്ന് പറയുന്നത് നിങ്ങളുടെ വിയർപ്പ് തുള്ളികളുടെ അളവിനെ അനുസരിച്ചിരിക്കുന്നതാണ് അല്ലെ? വിയർക്കണം, മനസ്സിലായ? ശാരീരികമായും മാനസികമായും വിയർക്കാൻ തയ്യാറുണ്ടെങ്കിൽ വലിയ മാറ്റങ്ങളിലേക്ക് നിങ്ങൾക്ക് എത്താൻ വേണ്ടി സാധിക്കും. ഒരു സംശയവും വേണ്ട. ബയട്ടോറിയം മുറുകെ പിടിച്ച ആളുകൾ, ഈ ബ്രാൻഡ് അംബാസഡർ ആയിട്ട് മാറിയ ആളുകൾ ഇതിന്റെ അച്ചീവേഴ്സ് ആയിട്ട് മാറുന്ന സമയം വിദൂരമല്ല എന്റെ പൊന്നു സുഹൃത്തുക്കളെ. 2 മാസം കൊണ്ട് വേണമെങ്കിൽ 1 കോടി പ്ലാൻ ചെയ്യാൻ പറ്റുന്ന എന്ത് പ്രൊജക്ട് ഉണ്ട് 3100 രൂപ മുടക്കിയിട്ട്.
ഈ ലോകത്ത് എന്ത് പ്രൊജക്ട് ഉണ്ട്? വെറും 3100 രൂപ മുടക്കിയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് 2 മാസം കഴിയുമ്പോൾ 1 കോടി രൂപ നേടാൻ പറ്റുന്ന എന്ത് പ്രൊജക്ട് ഉണ്ട് വേൾഡിൽ? ഓൺലി ഇബോട്ടോറിയം, ഓൺലി ഇബോട്ടോറിയം, ഓൺലി ഇബോട്ടോറിയം, ജയ് ഇബോട്ടോറിയം. താങ്ക് യു വെരി മച്ച്.